Hearty welcome Diamond Surendran sir on stage. How many people want to become diamond in RCM? ഓ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഇംഗ്ലീഷ് അല്ലേ, ട്രാൻസ്ലേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. That's great. So you are in the right place. आप सही जगह पे हैं. मैंने देखा कि बहुत सारे लोग हैं जो पहली बार आरसीएम फैमिली में आ जाए हैं. നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എന്ന് വന്നിരിക്കുന്നത്. ഒത്തിരി ആളുകൾ ആദ്യമായിട്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ വന്നായിട്ട് ഞാൻ കണ്ടു. आप सबका बहुत बहुत स्वागत है. നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. I started my career as a teacher. और जब मैं क्लास लेने के लिए जाता था तो दो तरह की क्लास रहती थी. कुछ क्लास ऐसी रहती थी जहाँ पे स्टूडेंट नॉर्मल स्टूडेंट रहते थे, उनका ध्यान पढ़ाई में कम रहता था, दूसरी बातों में ज़्यादा रहता था. तो उस क्लास को लेके जाने में मुझे कोई प्रॉब्लम नहीं रहती थी, इजीली मैं चला जाता था. लेकिन कुछ ऐसी क्लास रहती थी जहाँ पे सबसे इंटेलिजेंट स्टूडेंट रहते थे, वो बहुत फोकस रहते थे पढ़ाई को लेके, वो पता नहीं कैसे कैसे क्वेश्चन पूछते थे. तो मैं जब भी उस क्लास में जाता था तो पूरी तैयारी के साथ में और कॉन्शियस होके जाता था. ठीक उसी तरह से जब भी मैं केरला में आता हूँ तो तैयारी के साथ में आता हूँ, क्योंकि मैं हिंदुस्तान की सबसे एजुकेटेड क्लास के सामने बात करने वाला होता हूँ. ഞാനെൻ്റെ കാര്യം ഒരു ടീച്ചറായിട്ടാണ് തുടങ്ങിയത്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ടാകും. അതിൽ ആദ്യത്തെ കാറ്റഗറി അവർക്ക് പ്രത്യേകിച്ച് താല്പര്യം ടീച്ചർ പറയുന്നതുകൊണ്ട് കേൾക്കുന്നു, നോട്ട് എഴുതിയെടുക്കുന്നു, അങ്ങനെയുള്ളൂ. എന്നാൽ ചില കുട്ടികൾ അങ്ങനെയല്ല, അവർ വളരെ ഗൗരവത്തിലായിരിക്കും, വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിച്ച് അവർ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി വേണം ഒരു ടീച്ചർക്ക് പോകാൻ. ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ കേരളത്തിൽ ഞാനങ്ങനെ ഒരു സെഷൻ വരുമ്പോൾ അതേപോലെ വിശേഷപ്പെട്ട തയ്യാറെടുപ്പോടുകൂടിയാണ് ഞാൻ വരാറുള്ളത്. ഇന്നും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. जो लोग पहली बार हैं उनको थोड़ा सा मैं अपना बैकग्राउंड बताना चाहता हूँ. मेरा नाम सुरेंद्र वत्स है एंड
मैं हरियाणा से आपके बीच में आया हूँ। आई स्टार्टेड माई कैरियर एज ए टीचर, और टीचिंग में आने से पहले आई डिड माई पोस्ट ग्रेजुएशन फ्रॉम दिल्ली यूनिवर्सिटी एंड आई डिड माई BEd फ्रॉम गुरुवायूर केंद्रीय संस्कृत विद्यापीठ त्रिचूरू केरला। പുതിയ ആളുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പശ്ചാത്തലം ഒന്ന് ചെറുതായിട്ട് പറയാം. ഞാൻ ഹരിയാനക്കാരനാണ്, ജിന്ദിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അതിനു മുമ്പ് ഞാൻ എൻ്റെ BEd കേരളത്തിലെ ഗുരുവായൂർ സംസ്കൃത വിദ്യാപീഠത്തിൽ നിന്നാണ് എടുത്തത്. पढ़ाई के बाद जब मैंने अपना करियर स्टार्ट किया एज ए प्राइवेट टीचर, माई फर्स्ट सैलरी वाज ओनली 500 रुपीज। ആദ്യം ടീച്ചറായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പളം വെറും 500 രൂപയായിരുന്നു. एक साल मैंने नौकरी किया और एक साल नौकरी करने के बाद एक बात मेरी समझ में बहुत अच्छे से आ गई, अगर मैंने अपने सपनों को पूरे करना है तो नौकरी से मेरे सपने पूरे नहीं हो सकते, मुझे कोई बिजनेस करना पड़ेगा। ഒരു വർഷം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഈ ജോലി കൊണ്ട് പറ്റില്ല, കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. और मैंने 1996 में केबल टीवी का बिजनेस एज ए केबल ऑपरेटर स्टार्ट किया। അങ്ങനെ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് ഞാൻ കേബിൾ TV ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. मैंने वहां बहुत मेहनत किया और उस काम को सीखा, बहुत अच्छा पैसा भी वहां पे मैं कमा रहा था, लेकिन मुझे वहां सेटिस्फिकेशन नहीं मिल रहा था। ഞാൻ നന്നായി ആ ബിസിനസ്സിനെ പഠിച്ചു, വളരെ ഇൻവോൾവ് ചെയ്തു, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ബിസിനസ്സിൽ എനിക്ക് ഒരു സംതൃപ്തി ഉണ്ടായില്ല. क्योंकि वहां पे न तो टाइम फ्रीडम था और न वहां पे रिकॉग्निशन था, रिस्पेक्ट नहीं था। അവിടെ ടൈം ഫ്രീഡം ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, കേബിൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻഗേജ് ആയിരിക്കണം, ആളുകൾ വിളിക്കും. മാത്രമല്ല റെസ്പെക്റ്റ് കിട്ടിയിരുന്നില്ല നമുക്ക്. और मैं बार बार सोच रहा था कि मुझे कोई नया काम करना है, और उसी समय मेरे एक क्लोज फ्रेंड ने मुझे अपने घर पे इनवाइट किया। അപ്പോ ഇതുകൊണ്ടും കാര്യമില്ല, ഇനി ഇതിനേക്കാൾ ബെറ്ററായിട്ടുള്ള എന്തെങ്കിലും ഒരു അവസരം വേണമെന്ന് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. और एक होम मीटिंग में पहली बार मैंने ये 3 शब्द सुने, RCM, राइट कॉन्सेप्ट मार्केटिंग। അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലെ ഹോം മീറ്റിംഗിലാണ് ഞാൻ ആദ്യമായി ഈ 3 അക്ഷരം കേട്ടത്, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, RCM। और मुझे ये बताया गया कि ये एक नया मार्केटिंग करने का, प्रोडक्ट लेने का एक तरीका है, जो हमारा ट्रेडिशनल मार्केटिंग वे था, जिसमें मिडल मैन होता था, एडवर्टाइजमेंट रहता था, उसकी बजाय आप सीधा यहाँ से प्रोडक्ट कंज्यूम कर सकते हैं। सो ये कॉन्सेप्ट मुझे बहुत अच्छा लगा। ഇവിടെ എന്നോട് പറഞ്ഞു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന്. കാരണം നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതും അതിന്റെ ബെനിഫിറ്റും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് വളരെ നല്ലതാണല്ലോ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. और मैंने अपने दोस्त को ओबलाइज करने के लिए ऐसे ही RCM को ज्वाइन कर लिया। അങ്ങനെ എൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ RCM മെമ്പർഷിപ്പ് എടുത്തു. चाइना में कहावत कही जाती है कि 10 लोग मिलके जबरदस्ती करके एक घोड़े को पकड़ के तालाब के किनारे लेके जा सकते हैं, लेकिन वो उसे जबरदस्ती पानी नहीं पिला सकते। ഒരു ചൊല്ലുണ്ട്, കുറെ ആളുകൾ ചേർന്ന് വേണമെങ്കിൽ ഒരു കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ കഴിയും, എന്നാൽ അവരെല്ലാവരും കൂടെ വിചാരിച്ചാലും കുതിരയെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ കഴിയില്ല. ये कहावत मनुष्यों पे भी लागू होती है। आपको कोई जबरदस्ती RCM में ज्वाइन करवा सकता है, या आप किसी को जबरदस्ती RCM में ज्वाइन करवा सकते हैं, लेकिन जब तक आपकी या सामने वाले की इच्छा पैदा नहीं होगी तब तक कोई भी RCM नहीं करवा सकता है। അതിനർത്ഥം RCM അങ്ങനെയാണ്, നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആളുകളെ RCM ജോയിൻ ചെയ്യിപ്പിക്കാം. പക്ഷേ RCM ചെയ്യാനുള്ള ഒരാഗ്രഹം, ആവശ്യം അവരിൽ ഉണ്ടാകാത്തടത്തോളം കാലം അവർ ചെയ്യില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ज्वाइन करने के 3 महीने तक मैंने RCM बिजनेस में सिर्फ एक काम किया, RCM न करने के बहुत सारे बहाने बनाए।
RCM ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ 3 മാസം RCM ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. लेकिन मेरे अपलाइन ने मुझे छोड़ा नहीं, वो बार बार मुझे फॉलो करते रहे. എന്നാൽ എൻ്റെ അപ്ലൈൻ എന്നെ വിട്ടില്ല, തുടർച്ചയായി എന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. और मेरी ज्वाइनिंग के 3 महीने के बाद वो मुझे जबरदस्ती करके इस प्रकार की एक मीटिंग में लेके आ गए. അങ്ങനെ 3 മാസത്തിന് ശേഷം അദ്ദേഹം എന്നെ ഇതുപോലെ വലിയൊരു മീറ്റിംഗിൽ കൂട്ടിക്കൊണ്ടുവന്നു. और पहली बार जब मैं इस प्रकार के माहौल में बैठा, मुझे लगा कि मुझे RCM करना चाहिए. അങ്ങനെ ഇതുപോലെ ഒരു അന്തരീക്ഷത്തിൽ വന്ന് RCMനെ മനസ്സിലാക്കിയപ്പോഴാണ് RCM ചെയ്യണം എന്നുള്ള ബോധ്യം എനിക്കുണ്ടായത്. आज से 23 साल पहले वो मीटिंग मेरी जिंदगी का टर्निंग पॉइंट बन गई. 23 വർഷം മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത ആ മീറ്റിംഗ് ആണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത്. मेरा अनुभव कह रहा है ठीक उसी प्रकार से आज की ये मीटिंग, आज की ये तारीख 28 जुलाई 2024 बहुत सारे लोगों की जिंदगी में एक टर्निंग पॉइंट बनने जा रही है. എൻ്റെ അനുഭവം പറയുന്നത് ഇന്നത്തെ ഈ മീറ്റിംഗ് 2024 ജൂൺ 28 ഈ മീറ്റിംഗ് ഇവിടെ പങ്കെടുക്കുന്ന ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് മാറും, യാതൊരു സംശയമില്ല. उसके बाद मैंने RCM को शुरू किया. അതിനുശേഷം ഞാൻ RCM ചെയ്യാൻ തുടങ്ങി. मुझे नहीं मालूम था प्रोस्पेक्ट्स की लिस्ट कैसे बनानी है, कैसे अपॉइंटमेंट लेना है, कैसे प्रेजेंटेशन और फॉलो करना है. എനിക്കറിയില്ലായിരുന്നു പ്രോസ്പെക്ട്സിന്റെ ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ആളുകളെ വിളിക്കണം, എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, എനിക്കറിയില്ലായിരുന്നു. लेकिन मुझे एक चीज मालूम थी कि अगर किसी भी काम को अगर हम सीखना चाहें तो उसे सीख सकते हैं. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയും. क्योंकि जब मुझे साइकिल चलाना नहीं आता था तो मुझे लगता था कि ये काम दुनिया का सबसे मुश्किल काम है. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ലായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് സൈക്ലിംഗ് എന്ന്. जब मुझे तैरना नहीं आता था तो मुझे लगता था कि नहीं, तैरना साइकिल चलाने से भी मुश्किल काम है. എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈക്ലിങ്ങിനേക്കാൾ പ്രയാസം ബുദ്ധിമുട്ടുള്ളതാണ് നീന്തൽ എന്ന്. जब वो सब सीख लिया तो RCM में कामयाबी के लिए जो जो काम करने हैं मैं वो भी सीख लूंगा. അതൊക്കെ ഞാൻ പഠിച്ചെങ്കിൽ RCMൽ സക്സസ് ആകാൻ വേണ്ടതെല്ലാം ഞാൻ പഠിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. और मैंने सीखना शुरू किया. അത് ഞാൻ പഠിക്കാൻ തുടങ്ങി. और लगातार मैं RCM करता जा रहा हूँ, सीखता जा रहा हूँ. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ട് RCM ചെയ്തുകൊണ്ടേ പോരുകയാണ്. जब भी केरला में आता हूँ बहुत कुछ सीख के जाता हूँ, और आज भी मैंने बहुत कुछ सीखा है. അപ്പോ കേരളത്തിൽ വരുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ഇവിടുന്ന് പഠിക്കാറുണ്ട്. ഇന്നും ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. बस एक काम किया, मैं कभी रुका नहीं, लगातार चलता गया. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരിക്കലും നിന്നില്ല, പൊയ്ക്കൊണ്ടേയിരുന്നു, RCMൽ തുടർന്നുകൊണ്ടേയിരുന്നു. और लगातार चलने का परिणाम है कि मेरे पास में ये डायमंड की पिन आ गई. അങ്ങനെ തുടർച്ചയായി ഞാൻ RCM ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഡയമണ്ട് പിൻ. कितने लोग डायमंड बनना चाहते हैं? I want to see once again. ഡയമണ്ട് ആകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങൾ കൈവെക്കൂ. Wow, that's great. Super. So do you really want to build a career in direct selling? How many people want? ഡയറക്ട് സെല്ലിംഗ് ഒരു കരിയർ ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ടെന്നാണ്? യെസ്. बिकॉज पहले बहुत सारे लोग डायरेक्ट सेलिंग को टाइम पास के लिए करते हैं, बट अभी RCM में लोग कैरियर बनाने के लिए सीरियसली कर रहे हैं. പണ്ട് RCMൽ ആളുകൾ ടൈം പാസിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വിധേയമായിട്ടോ ആണ് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു കരിയർ ആയിട്ട് എടുത്തുകൊണ്ടാണ് ആളുകൾ RCMലേക്ക് വരുന്നത്. Do you think succeeding in direct selling is difficult?
ഡയറക്ട് സെല്ലിങ്ങിൽ തുടരുന്നത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹലോ, some people are thinking it is difficult, some less people are thinking no, it is not difficult. സാർ പറയുന്നത് കുറച്ച് പേര് മാത്രമേ ഇത് ഈസി ആണെന്ന് കരുതുന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നത് ഇത് പ്രയാസമാണെന്നാണ്. നിങ്ങൾ എങ്ങനെയാ വിചാരിക്കുന്നത്? ഈസി കിतना लोगों को लगता है? Yes, easy, how many people? ഇത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നത് എത്ര പേരുണ്ട്? Okay, thank you so much. And difficult, how many people think it is? പ്രയാസമാണെന്ന് വിചാരിക്കുന്നത് എത്ര പേരുണ്ട്? Okay, अभी कुछ लोग ऐसे कि हाथ उठाया नहीं है. കുറച്ച് പേര് എളുപ്പമാണെന്ന് പറയുന്നു, കുറച്ച് പേര് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു, ഇനിയും കുറെ ആളുകൾ കൈ പൊക്കിയിട്ടേ ഇല്ല. അതെന്താ? Actually, Murthy sir, there is a beautiful story. There was a group of people. उनसे पूछा कि आप में से जो लोग अपने स्पाउस से डरते हैं वो हाथ खड़ा करें. तो आधे लोगों, कुछ लोगों ने हाथ खड़ा किया. फिर पूछा जो नहीं डरते हैं वो भी हाथ खड़ा करें. फिर कुछ लोगों ने हाथ खड़ा किया. एंड देयर वाज ए सिंगल पर्सन, उसने हाथ खड़ा नहीं किया. वो शादी नहीं किया. तो उससे पूछा कि आपने हाथ खड़ा क्यों नहीं किया? वो शादी आप डरते हैं, नहीं डरते हैं? देयर इज सम कंफ्यूजन. तो उन्होंने बोला कि मैं पूछ के नहीं आया था अपने स्पाउस से, लेट मी चेक. അതായത് നിങ്ങൾ ഭാര്യയെ ഭയമുള്ളവര്, ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, സ്പൗസ് എന്നാ പറഞ്ഞത്, ഭാര്യക്ക് ഭർത്താവിനോ ഭർത്താവിന് ഭാര്യയോ, ഭയമുള്ളവര് കൈപൊക്കാൻ പറഞ്ഞു, കുറച്ച് പേര് കൈപൊക്കി. ഇനി ഭയമില്ലാത്തവര് കൈപൊക്കാൻ പറഞ്ഞു, അവരും കുറച്ച് പേര് കൈപൊക്കി. പക്ഷെ ഒരാള് കൈപൊക്കിയേയില്ല. അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ചു, എന്താ നിങ്ങൾ കൈപൊക്കാത്തത്? അപ്പോ ഈ കാര്യം ഞാൻ വീട്ടിൽ ചോദിക്കാതെയാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. Do you think direct selling is difficult but highly rewarded? യെസ്. അടുത്ത ചോദ്യം, ഡയറക്ട് സെല്ലിംഗ് ഡിഫിക്കൽട്ട് ആണ് പക്ഷേ വലിയ നേട്ടങ്ങൾ തരുന്നതാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്. പ്രയാസമാണ് പക്ഷേ വലിയ നേട്ടം തരുന്നതാണ്. കണ്ടില്ലേ എത്ര നേട്ടം ഉണ്ടെന്ന്? യെസ്. RCM is difficult than job and traditional business. It is true. उससे शायद 2 गुना ज्यादा मुश्किल है, बट इसके जो रिवार्ड हैं वो ट्रेडिशनल मार्केटिंग और जॉब से 100 गुना ज्यादा है. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ RCM ഒരുപക്ഷെ ഇരട്ടി പ്രയാസമുള്ളതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന നേട്ടം 100 മടങ്ങ് വലുതാണ്. RCM is a complete पैकेज जहां पे आपको एक साथ में एक जगह पे बहुत सारा पैसा मिलता है, टाइम फ्रीडम मिलता है, फाइनेंशियल सिक्योरिटी मिलता है, रिकॉग्निशन मिलता है, वर्ल्ड ट्रैवल करने की अपॉर्चुनिटीज मिलती हैं और लाइफ पर्सनैलिटी को इन्हांस करने के मौके मिलते हैं. RCM ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ, യാത്ര ചെയ്യാനുള്ള അവസരം, റെക്കഗ്നിഷൻ, ബന്ധങ്ങൾ, അങ്ങനെ ഒത്തിരി വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. Key questions of direct selling. First one is macro question. Macro question means मोटा सा क्वेश्चन है, why direct selling? Direct selling क्यों करना चाहिए? ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ എഫിക്കൽ പറയില്ലേ? യെസ്, അതാണ്. എന്താണ് വൈ ഡയറക്ട് സെല്ലിംഗ്? എന്തിന് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യണം? And second macro question is why RCM? If direct selling is yes, then why RCM? There are other direct selling companies are also there. അപ്പോ ഡയറക്ട് സെല്ലിംഗ് യെസ് ആണെങ്കിൽ എന്തുകൊണ്ട് RCM? ഇഷ്ടംപോലെ കമ്പനികൾ, സിസ്റ്റം വേറെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് RCM? RCMന്റെ മേന്മ എന്താണ്? And this very important micro question is there, how to succeed. അടുത്തത് ചെറിയ ചോദ്യമാണ്, എങ്ങനെയാണ് ഇതിൽ സക്സസ് ആവുക?
आइए हम तीनों चीजों पे बातचीत करते हैं. ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളിലുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. Why direct selling? Because direct selling gives us low risk business ownership. कोई रिस्क नहीं है, easily you can start and बहुत सारे रिवार्ड यहाँ पे आपको मिलता है. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ലോ റിസ്ക് ബിസിനസ് പറഞ്ഞാൽ അതിനകത്ത് റിസ്ക് ഇല്ല, കാര്യമായ സാമ്പത്തികമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് വരുന്നില്ല. Extra income, individuals set their own financial goals, business plan and pace. എക്സ്ട്രാ ഇൻകം, അതായത് നമുക്ക് ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കൂടെ കിട്ടാൻ ഇത് അവസരം ഉണ്ടാക്കും. डायरेक्ट सेलिंग इज द ओनली कॉन्सेप्ट जो आपको एक्स्ट्रा इनकम से पैसिव इनकम तक लेके जाता है. ഡയറക്റ്റ് സെല്ലിംഗിൽ ആർസിന്റെ ഒരു പ്രത്യേകത എക്സ്ട്രാ ഇൻകം, ആ എക്സ്ട്രാ ഇൻകം വളർന്ന് അത് പാസീവ് ഇൻകത്തിലേക്ക് കൊണ്ടുപോകും. മറ്റേതൊരു എക്സ്ട്രാ ഇൻകവും നമ്മളെ പാസീവ് ഇൻകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഡയറക്റ്റ് സെല്ലിംഗിന്റെ പ്രത്യേകത അത് വളർന്നു കഴിഞ്ഞാൽ അത് നമ്മളെ പാസീവ് ഇൻകത്തിലേക്ക് എത്തിക്കും. Flexibility, individual choose when, how and how much they want to work. There is no fixed hours. ഇതില് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ ചെയ്യാം, കൃത്യമായ സമയമില്ല, ഓഫീസിന്റെ ആവശ്യമില്ല, അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. Training and mentorship, it offers the chance to develop business expertise through free training, education and mentoring by experienced leaders. ഇവിടെ നമുക്ക് സക്സസ് ആകാൻ വേണ്ട മന്ത്രങ്ങൾ മുഴുവൻ നമ്മുടെ സക്സസ് ആയ മെന്റേഴ്സ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് തരുന്നു. അത് ഫ്രീ ആണ്, ഒരിക്കലും നമുക്ക് അതിനുവേണ്ടി പണം ചെലവിടേണ്ടി വരുന്നില്ല. ഇത് ഡയറക്റ്റ് സെല്ലിംഗിന്റെ മറ്റൊരു നേട്ടമാണ്. Performance pays, the greater your effort, the greater your earning potential. നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതാണ് ഇതിലെ ഏണിങ്ങിന്റെ പൊട്ടൻഷ്യൽ. മറ്റൊന്നുമില്ല, ആരെന്ന് നേരത്തെ ജോയിൻ ചെയ്തു, എവിടെ ജോയിൻ ചെയ്തത് ഒന്നുമല്ല, നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഇതിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ മാനദണ്ഡം. आपके एफर्ट्स आपको 5,000 रुपया महीना की इनकम पे लेके जाएंगे. നിങ്ങളുടെ എഫർട്ട് ഒരു മാസം 5,000 രൂപ കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. आपके एफर्ट्स और आपकी तैयारी आपको 50,000 पर मंथ पे लेके जाएगी. നിങ്ങളുടെ തയ്യാറെടുപ്പുകളും നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങൾക്ക് 50,000 രൂപ മന്ത്ലി ഇൻകം കിട്ടുന്ന ലെവലിലേക്ക് ഉയർത്തും. आप जब और ज्यादा सीखेंगे तो यू कैन अर्न 5 लाख पर मंथ. നിങ്ങൾ വീണ്ടും കൂടുതൽ പഠിക്കുകയും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ഇൻകം 5 ലക്ഷം വരെ വരും. And Mr. Murthy is already learning that type of income. Mr. Murthy is running that type of income എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, എനിക്ക് ആ തരത്തിലുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. और अगर आप चाहेंगे तो आरसीएम आपको 50 लाख पर मंथ भी देता है. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ആർസിഎം നിങ്ങൾക്ക് 50 ലക്ഷവും തരും. मूर्ति जी की बगल में जो बंदा खड़ा है वो इस इनकम को एंजॉय कर रहा है. എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് 50 ലക്ഷം വരുമാനമേ ഉള്ളൂ മന്ത്ലി. കയ്യടിക്കാൻ തോന്നുന്നില്ല 50 ലക്ഷം കിട്ടുന്ന ആളെന്ന് പറഞ്ഞിട്ട്. So it depends on you. आप कितना कमाना चाहते हैं और उसके लिए कितनी तैयारी करते हैं. സോ നിങ്ങൾക്ക് എത്ര വേണം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ തയ്യാറെടുപ്പും പ്രവർത്തനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ വരുമാനം തരും. അതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. जॉब और ट्रेडिशनल बिजनेस में आपके पास में ये अपॉर्चुनिटी नहीं है कि आप जितना चाहें उतना कमा सकते हैं. ആലോചിച്ച് നോക്കുക, ജോലിയിലോ മറ്റേതെങ്കിലും ഒരു ബിസിനസ്സിലോ ഇത്തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരുമാനം, ഇൻകം വർദ്ധിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ശരിയാണോ? ശരിയാണോ? കുറച്ചു പേർക്ക് മനസ്സിലായി, കുറച്ചു പേർക്ക് മനസ്സിലായില്ല. ജോലിയിലും ബിസിനസ്സിലും ഇതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരമില്ല എന്നാണ് പറഞ്ഞത്.
അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? യെസ്. Yeah. So, history of direct selling. Direct selling started in United States in 1959. 1959 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. स्टार्टिंग दिनों में जब डायरेक्ट सेलिंग वहां स्टार्ट हुई तो उसके साथ में बहुत सारी मनी सर्कुलेशन पोंजी स्कीम स्टार्ट हुई और एक टाइम पे यूनाइटेड स्टेट्स ने डायरेक्ट सेलिंग को बैन कर दिया था. അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങിയെങ്കിലും അതിന്റെ മറവിൽ ഒത്തിരി മണി ചെയിനുകളും പോൺസി സ്കീമുകളും അവിടെ അമേരിക്കയിൽ കണ്ടമാനം വ്യാപിച്ചു. അങ്ങനെ ഒരു ഘട്ടം വന്നു, കംപ്ലീറ്റ് ഡയറക്ട് സെല്ലിംഗ് അവിടെ ബാൻ ചെയ്തു. The Federal Trade Commission (FTC) issued a decision in 1979 in which it indicated that multi-level marketing was not illegal in the United States. അപ്പോൾ 1979 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇല്ലീഗൽ അല്ല എന്ന് വീണ്ടും പ്രഖ്യാപിച്ചു. And after 1990, direct selling started in India. 1990 ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. So, इंडिया में बहुत पोटेंशियल है डायरेक्ट सेलिंग के लिए. ഡയറക്ട് സെല്ലിംഗുമായിട്ട് പറയുമ്പോൾ ഇന്ത്യയിൽ അപാരമായ സാധ്യതയാണ്. बिकॉज विश्व की सबसे ज्यादा आबादी हिंदुस्तान में रहती है. കാരണം ഡയറക്ട് സെല്ലിംഗിന് വേണ്ട ഏറ്റവും വലിയ റിസോഴ്സ് മാൻ പവർ ആണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം ഇന്ത്യയാണ്. और जहां ज्यादा लोग होंगे वहां पे ये काम ज्यादा चलेगा. എവിടെയാണോ ആളുകൾ കൂടുതലുള്ളത് അവിടെ ഈ ബിസിനസ് വളരും. हमारे यहाँ बहुत ज्यादा पोटेंशियल है. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇതിന് വലിയ സാധ്യതയുണ്ട്. हमारे देश की 54% जो पॉपुलेशन है वो बेरोजगार है, अनएम्प्लॉयमेंट है. നമ്മുടെ പോപ്പുലേഷന്റെ 54% ആളുകൾ അൺഎംപ്ലോയിഡ് ആണ്, തൊഴിലില്ലാത്തവരാണ്. और अगर हम कंपेयर करेंगे वर्ल्ड के दूसरे देशों के साथ में, यू कैन सी द पॉपुलेशन एंड परसेंटेज ऑफ एम्प्लॉयमेंट, तो आप देखेंगे वी आर इन लोएस्ट कैटेगरी. ഈ ചാർട്ട് നിങ്ങൾ നോക്കുക, ലോകത്തിലെ മറ്റ് കമ്പനികൾ മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടേക്കുള്ള തൊഴിലവസരങ്ങൾ എത്ര ശതമാനം ആൾക്ക് തൊഴിലുണ്ട്, എന്നാൽ ഇന്ത്യയിൽ എത്ര ആളുകൾക്ക് തൊഴിലുണ്ട്, ഇത് വലിയൊരു ചിന്തിക്കേണ്ട കാര്യമാണ്. अगर हम लोगों को जाके ये कन्विंस कर दें कि डायरेक्ट सेलिंग और आरसीएम जॉब और ट्रेडिशनल बिजनेस से अच्छा अवसर है, तो वो सारे लोग जो आज जॉब और ट्रेडिशनल बिजनेस का इंतजार कर रहे हैं वो आपके साथ में जुड़ जाएंगे. അപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത എന്താണെന്ന് ഈ തൊഴിലന്വേഷകരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്സും ജോലിയും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവരെല്ലാം ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരും. बट उसके लिए आपका कन्विक्शन, आपके पास में डायरेक्ट सेलिंग का विजन होना चाहिए. എന്നാൽ അതിന് നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ അറിയണം. ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചുള്ള വിഷൻ നമുക്ക് ക്ലിയർ ആയിരിക്കണം. शुरुआती दिनों में मैं अपने जीजा जी को आरसीएम ज्वाइन करवाने के लिए गया था. माय जीजा जी इज एडवोकेट. തുടക്കകാലത്ത് ഞാൻ എൻ്റെ സഹോദരി ഭർത്താവിനെ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ചെന്നു. അദ്ദേഹം വക്കീലാണ്. मैं उनको बता रहा था कि आरसीएम क्यों ज्वाइन करना चाहिए. उन्होंने मुझे इतने स्ट्रॉन्ग लॉजिक दिए और ये कहा कि आरसीएम बिल्कुल नहीं करना चाहिए. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആർസിഎം നമ്മൾ ചെയ്യണം, കാരണം വക്കീലായതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളല്ലേ. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ആർസിഎം ചെയ്യാൻ പാടില്ല എന്ന് എന്നെ തിരിച്ചു ബോധ്യപ്പെടുത്തി. और हम में से बहुत सारे लोगों के साथ रहता है कि हम लोगों को बताने के लिए जाते हैं कि आरसीएम करना चाहिए, वो हमें समझा के भेज देते हैं कि आरसीएम नहीं करना चाहिए, और हम में से बहुत सारे लोग छोड़ देते हैं. അപ്പോൾ നമ്മൾക്ക് പലർക്കും എങ്ങനെ അറിയാം ആർസിഎം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പലയിടത്ത് ചെല്ലും. അവര് നമ്മളോട് എന്തുകൊണ്ട് ആർസിഎം ചെയ്യരുതെന്ന് പഠിപ്പിച്ചു വിടും, നമ്മൾ തിരിച്ചു പോരും. But potential is there. എന്നാൽ ഇതിന് അപാരമായ സാധ്യതയുണ്ട്. It is $1 billion market. ലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ്സാണ്
ഡയറക്ട് സെല്ലിങ്ങിലുള്ളത്. So in 2013, direct selling's global turnover was $1,72,891 million. ഇതെങ്ങനെ മലയാളത്തിൽ പറയാ മനസ്സിലായില്ലേ? ഫിഗർ തോ മലയാളം അപ്പനെ കാൽക്കുലേറ്റ് കരേഗ. എത്ര പൂജ്യം അതിന്റെ പുറകിലിട്ടാലാണ് അത്രയും ബിസിനസ് ഡയറക്ട് സെല്ലിംഗിൽ നടക്കുന്നു എന്ന്. And out of it, India's turnover was only $3,230 million. അതായത് 1,72,831 മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ 85 രൂപ ഇൻറ്റു 85 കൂട്ടുകയുള്ളൂ. അത്രയും മില്യൺ ഡോളറിന്റെ ബിസിനസ് നടക്കുന്നു. അതിൽ ഇന്ത്യയിൽ വെറും 3,230 മാത്രമേ ഇന്ത്യയിലുള്ളൂ. ലോകത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഈ ബിസിനസ്സിന് അപാരമായ സാധ്യത ഉണ്ടായിട്ടും ഇവിടെ ചെയ്യുന്നത് വളരെ ചെറിയൊരു പങ്ക് മാത്രമാണ്. दुनिया की 17% पॉपुलेशन इंडिया में रहती है. അതായത് ലോകത്തിലെ ജനസംഖ്യയുടെ 17% ഇന്ത്യയിലാണ്. बट डायरेक्ट सेलिंग में हम अभी कुछ भी नहीं कर रहे हैं. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. വളരെ നിസ്സാരമായ ഇൻവോൾവ്മെന്റേ ഉള്ളൂ. And it is good news and great opportunity for all of us. അത് നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയാണ്. കാരണം അധികം പേര് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിലൂടെ മറ്റുള്ളവർ അറിയൂ. നമുക്ക് അവരെ കൊണ്ടുവരാം. According to WFDSA, World Federation Direct Selling Association's data, India's CAGR, 3-year CAGR, compound annual growth rate is highest in the world. വേൾഡ് ഡയറക്ട് സെല്ലിംഗ് ഫെഡറേഷന്റെ കണക്ക് പ്രകാരം CAGR എന്ന് പറഞ്ഞാൽ കമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഡയറക്ട് സെല്ലിംഗിന്റെ CAGR ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് ആളുകൾ ഓടി വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. Our CAGR was 15.4%. ഇന്ത്യയിലെ CAGR 15.4% ആണ്. And अगर हमने इसी स्पीड के साथ में ग्रो किया तो बाई 2050 our turnover will be cross $1 lakh billion and we will be number 1 in the world. ഇപ്പോൾ പോകുന്ന ഈ ഗ്രോത്ത് റേറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 2050 ആകുമ്പോഴേക്കും നമ്മൾ $1 മില്യൺ ഇന്ത്യയിൽ മാത്രം ബിസിനസ് വരും. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് നമ്മൾ മാറും. So seriously, you can adopt direct selling as a career or as a big opportunity. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായി ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റെടുക്കാം. കാരണം ഇതിന്റെ ഫ്യൂച്ചർ അത്ര വലുതാണ്. I would like to say some update about direct selling. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1990s के बाद में डायरेक्ट सेलिंग हमारे यहाँ पे स्टार्ट हुई. 1990 ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. And starting 20 years were very challenging. തുടക്കത്തിലെ 20 വർഷം വലിയ വെല്ലുവിളിയായിരുന്നു. So कुछ organizations ने डायरेक्ट सेलिंग के लिए काम किया and this is one of the leading organization, DSDWA, Direct Selling Distributor Welfare Association. I was founder president of this association and we did lot of work for the direct selling industry. ഡയറക്ട് സെല്ലിംഗിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ടായി. എന്നാൽ ആക്റ്റീവായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. മാത്രമല്ല ദീർഘകാലം അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്നും ഈ അസോസിയേഷന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. And we requested to the government for the guidelines, and Ministry of Consumer Affairs, Food and Public Distribution, Government of India released guidelines on direct selling on 19 September 2016. നിരന്തരമായ ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലിനെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഗവൺമെന്റ് 2016 കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററിയുടെ അണ്ടറിൽ ഡയറക്ട് സെല്ലിങ്ങിന്
അംഗീകാരം കൊടുത്തു എന്ന് പറയാം, ഒരു ഡയറക്റ്റീവ് ഇഷ്യൂ ചെയ്തു. और ये गाइडलाइंस डायरेक्ट इंडियन डायरेक्ट सेलिंग के लिए एक बड़ी होप लेके आई थी. അങ്ങനെ ആ ഒരു ഗൈഡ് ലൈൻ, എങ്ങനെ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഗൈഡ് ലൈൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിലെ ഒരു വലിയ നാഴികക്കല്ലായി. हमने लगातार 4 साल तक इसके लिए फॉलो किया था. ഇതിനു വേണ്ടി തുടർച്ചയായി 4 വർഷത്തെ ഫോളോ അപ്പ് വേണ്ടി വന്നു. पर्सनली मैं 50 बार से ज्यादा मिनिस्ट्री में फॉलो अप के लिए गया था. കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും ഞാൻ സ്വയം മിനിസ്ട്രിയിൽ കേന്ദ്രമന്ത്രിമാരെ കാണാനായിട്ട് പോകാനിടയായി. इसीलिए हम इस डेट को हिस्टोरिकल डेट बनाना चाहते हैं. അതുകൊണ്ട് ഈ ദിവസത്തെ ഒരു ചരിത്ര, അതായത് ഡയറക്റ്റ് സെല്ലിംഗിന്റെ ഒരു ചരിത്ര രേഖയായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് നമ്മൾ കരുതുന്നു 9 സെപ്റ്റംബർ 2016. और इसीलिए पहली बार हिंदुस्तान में वी आर गोइंग टू ऑर्गेनाइज डायरेक्ट सेलिंग मैराथन एंड इनिशिएटिव बाय चैट विद सुरेंद्र वत्स. അപ്പോൾ ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മളൊരു മാരത്തോൺ റൺ 2024 സെപ്റ്റംബർ 9 പ്ലാൻ ചെയ്യുകയാണ്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് മറ്റാരുമല്ല, ചാറ്റ് വിത്ത് സുരേന്ദ്ര വട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ചാറ്റ് വിത്ത് സുരേന്ദ്ര വട്സ്. So purpose of this marathon is to unite the industry. അപ്പോ ഈ മാരത്തോണിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിപ്പിക്കുക, ഡയറക്റ്റ് സെല്ലിങ്ങിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. So it will be in Delhi and you can register yourself and all of Kerala people are most welcome. But मैं चाहता हूं कुछ रिप्रेजेंटेशन तो केरला का जरूर यहाँ पे पार्टिसिपेट करें. അപ്പോ ഇതിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾ പങ്കെടുക്കുക. കാരണം മാരത്തോണാണ്. കിतना दौड़ना पड़ेगा सर? ഓടാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? बाकी लोगों का तो मुझे नहीं मालूम. ग्रीस विल बी डेफिनेटली देयर. ബാക്കി മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. സ്റ്റാർ ബ്രാൻഡ് ഗിരീഷ് സാർ ഉണ്ടാകുമെന്നാണ് സാറ് പറഞ്ഞത്. ഡൽഹിയിൽ പോയി ഓടാൻ എത്ര പേർ തയ്യാറുണ്ട്? ദില്ലി മേ ജാക്കെ ദൗड़ने के लिए इतने लोग भी तैयार हैं. वाह, യെസ്, ഒരു നല്ല കൈയടി. मोस्ट वेलकम. ഓടിയോ ഓടിയില്ലയോ ഓടാൻ തയ്യാറാണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മനോഭാവമാണ്. ശരിയല്ലേ? അതാണ് ഇവിടെ വേണ്ടത്. डायरेक्ट सेलिंग के सारे सेलिब्रिटीज वहां पे मिलेंगे. पॉलिटिकल लीडर्स विल बी देयर, इन्फ्लुएंसर विल बी देयर एंड पर्सनली आई एम वेरी एक्साइटेड अबाउट इट. അതായത് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ വലിയ വലിയ ആളുകൾ, വലിയ വലിയ ലീഡേഴ്സ് അവിടെ ഉണ്ടാകും, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് വലിയ ഒരു എന്താ പറയാ അഡ്രസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ വളരെ ഉത്സാഹത്തിലാണ്. Government of India issued direct selling rules 2021 on 28th December. അങ്ങനെ ആദ്യം ഗൈഡ്ലൈൻസ് ആയിരുന്നു. പിന്നീട് തുടർച്ചയായ ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് 2021 ഡിസംബർ 28 ഡയറക്റ്റ് സെല്ലിംഗിനുള്ള നിയമം പ്രഖ്യാപിച്ചു. And this is the notification जिसने डायरेक्ट सेलिंग को एक लीगल रिकॉग्निशन दे दिया है. ഈ നോട്ടിഫിക്കേഷനാണ് ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗിന് നിയമപരമായ സാധുത നൽകിയത്. अब इंडियन कॉन्स्टिट्यूशन में डायरेक्ट सेलिंग की डेफिनेशन है. व्हाट इज डायरेक्ट सेलिंग, व्हाट इज डायरेक्ट सेलर. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിൽ ഈ ഡയറക്റ്റ് സെല്ലിംഗിന്റെ ഡെഫിനിഷൻ ഉൾപ്പെട്ടു. एंड अभी चीजें तेजी से बदल रही हैं. ഇപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. I would like to say some photographs. So this is the person. Recently he elected as a member of parliament from Chandni Chowk, Lok Sabha, Delhi. ഇത് ഒരു പൊളിറ്റീഷ്യനാണ്. ചാന്ദിനി ചൗക്കിൽ നിന്ന് MP ആയിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇലക്ട് ചെയ്യപ്പെട്ടയാളാണ്. 8 मार्च इंटरनेशनल वुमेन डे में जो 2 मिनिस्टर्स को लेके आए थे, he was the person there, Mr. Parveen Khandelwal. യെസ്, ഡൽഹിയിൽ ഞാൻ മുമ്പ് പറഞ്ഞു
മാർച്ച് 8 ഡൽഹിയിൽ നടന്ന വുമൻസ് പ്രോഗ്രാമിൽ 2 കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്ന ബിജെപിയുടെ നേതാവാണ് ഇദ്ദേഹം. And last month he came in our association's meeting, FDSA, general body meeting. കഴിഞ്ഞ മാസം FDSA ജനറൽ ബോഡി മീറ്റിംഗിൽ അദ്ദേഹം വന്നു. You can see Saurabh Chavda is also there. Our president Mr. A.P. Reddy is also there. സൗരവ് ചാവ്ല സാർ ആരാണ്? ഒരു നല്ല കൈഡിയാകാം അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹവും വന്നിരുന്നു. അപ്പോൾ എത്തിക്കാനുള്ള കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സിനോടൊപ്പം ഒരു വലിയ പൊളിറ്റീഷ്യൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. He spent more than 4 hours with us. 4 മണിക്കൂറിലധികം സമയം അദ്ദേഹം നമ്മളോടൊപ്പം ചെലവഴിച്ചു. Because Mr. Praveen Khandelwal जानते हैं कि डायरेक्ट सेलिंग की क्या ताकत है. Because he worked as a direct seller many months. അതായത് അദ്ദേഹത്തിന് മനസ്സിലായി ഡയറക്ട് സെല്ലിങ്ങിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. കാരണം അദ്ദേഹം കുറച്ചു കാലം ഡയറക്ട് സെല്ലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. If you do Google and you would like to search Bill Clinton on direct selling. So जब बिल क्लिंटन यूएस के प्रेसिडेंट थे, he do a appeal to the United States citizen कि आप डायरेक्ट सेलिंग के साथ जुड़िए, क्योंकि इससे आपको भी फायदा है और कंट्री को बहुत फायदा है. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ബിൽ ക്ലിന്റന്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അദ്ദേഹം പറയുന്നു, ചെറുപ്പക്കാരെ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യണം, കാരണം നിങ്ങൾക്കും അതുപോലെ നമ്മുടെ രാജ്യത്തിനും അത് ഗുണം ചെയ്യുമെന്ന്. And you know about Donald Trump, he is pro direct selling. उनका अपना डायरेक्ट सेलिंग का कंपनी भी था and he wrote some books about direct selling, why direct selling is different, दूसरी चीजों से कैसे अलग है. മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹവും ഡയറക്ട് സെല്ലിനെ കുറിച്ച് ഒരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടായി. बहुत जल्दी केरला के सीएम और इंडिया के पीएम भी कहेंगे कि हर किसी को डायरेक्ट सेलिंग करना चाहिए. അധികം താമസമില്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും എല്ലാവരോടും പറയും നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യണം എന്ന്. You can see this slide. Surli University welcomes all delegates and guests on 3rd SADSA Direct Selling Conclave. This was happened last month only. ഇത് കഴിഞ്ഞ മാസം വന്ന ഒരു കോൺക്ലേവ് ആണ്. ഷൂലിനി യൂണിവേഴ്സിറ്റി അതിൽ ഡയറക്ട് സെല്ലിംഗ് കോൺക്ലേവ്. അതിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളെ, ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ പ്രശസ്തരായ ആളുകളെ അവർ വിളിച്ചിരുന്നു. So from all over the world people were there. All over the world. Yes. Okay. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ ഡയറക്ട് സെല്ലിംഗിന് മിടുക്കരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. Professor Vasu Pillai KN, he came from Dubai. दुबई से आए थे ये. ദുബായിൽ നിന്ന് പ്രൊഫസർ വാസു പിള്ളൈ വന്നിട്ടുണ്ടായിരുന്നു. And many people were also from other part. Mr. M. Pandey was there, former Secretary Consumer Affair. Mr. Mohammad Zakir Hussain was there. One person from Kerala was also there, Mr. Dr. Vinod Namudri. Yes. So many people were there. Dr. Swetha was also there among the guests. നിങ്ങൾക്ക് പരിചയമുള്ള മുഖമുണ്ടോ? നമുക്ക് സാർത്രമയുടെ പേര് പറഞ്ഞത് സാറിന് പരിചയമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഫോട്ടോ ഉണ്ട്. ആരാണ്? ഡോക്ടർ സുരേന്ദ്ര വാട്സ്. ഒരു നല്ല കൈയടി സാറിന് വേണ്ടിയാകാം. So things are changing in a positive way. അതായത് എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയിലെ പേരെടുത്ത ഒരു യൂണിവേഴ്സിറ്റി ഡയറക്ട് സെല്ലിംഗ് കോൺക്ലേവ് നടത്തുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡയറക്ട് സെല്ലിംഗിൽ മികവ് തെളിയിച്ച ആളുകളെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. Sulni University is very reputed university in India. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഷുർലി യൂണിവേഴ്സിറ്റി. And this is the university जिसने BBA and MBA in direct selling started. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഇന്ത്യയിൽ BBA യും MBA യും തരുന്നത്. So
in campus this is the vice chancellor of the university. He recognized us there. ഷൂളിനി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വട്സാറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ. ദി സർട്ടിഫിക്കറ്റ് ഈസ് പ്രൗഡ്ലി പ്രസന്റഡ് ടു ഡോക്ടർ സുരേന്ദ്ര വട്സ് ഫോർ ബീങ് ആൻ എസ്റ്റീംഡ് ഗസ്റ്റ് അറ്റ് തേർഡ് CEDSA ഡയറക്ട് സെല്ലിംഗ് കോൺക്ലേവ്. ഒരു നല്ല കൈയടി. കാരണം ഇങ്ങനെ ഒരാളാണ് നമുക്ക് വന്നിവിടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇന്ത്യയിൽ നിന്ന് എണ്ണപ്പെട്ട ആളുകൾ മാത്രമേ ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത്. In 2004 में सतीश पंडित ने एक ऑडियो में बोला था कि RCM का सफर आपको राष्ट्रपति भवन तक लेके जा सकता है. 2004 സതീഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന RCMലെ ഒരു പ്രമുഖ ലീഡർ, അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങളുടെ പ്രവർത്തനം, തുടർച്ചയായ പ്രവർത്തനം നമ്മളെ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കും എന്ന്. हम इंडिया की रेप्यूटेड यूनिवर्सिटी तक पहुंच गए हैं. बहुत जल्दी हम लोग राष्ट्रपति भवन तक भी पहुंच जाएंगे. ഇന്ത്യയിലെ ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അധികം താമസമില്ല, രാഷ്ട്രപതി ഭവനിലും നമ്മൾ എത്തുമോ? So KPMG and FICCI reports also saying that direct selling have huge potential in India. ഡയറക്ട് സെല്ലിനെ കുറിച്ച് പഠനം നടത്തുന്ന ഫിക്കി, KPMG എന്ന് പറയുന്ന ഈ സർവേ നടത്തുന്ന കമ്പനികൾ അവർ പറയുന്ന ഡയറക്ട് സെല്ലിങ്ങിന് ഇന്ത്യയിൽ അപാരമായ സാധ്യതയുണ്ടെന്നാണ്. लेकिन कुछ लोग अभी भी RCM को लेके सीरियस नहीं है. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പോഴും പല ആളുകളും RCMൽ സീരിയസ് അല്ല. वो सोच रहे हैं कि किसी दिन सोपन में भगवान आएंगे, उनको पकड़ के खिलाएंगे और कहेंगे कि उठ RCM को ज्वाइन कर ले और अपनी जिंदगी में कामयाब हो जाए. അവരിങ്ങനെ വിചാരിക്കുന്നത്, ഒരു ദിവസം സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നെ വിളിച്ചേപ്പിച്ച് പറയും, നീ RCM ചെയ്യ്, രക്ഷപ്പെട് എന്ന്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. भगवान को बहुत सारे काम हैं, वो हर व्यक्ति को आके जगा नहीं सकता है. ദൈവത്തിന് ഒത്തിരി പണിയുണ്ട്. എല്ലായിടത്തും എന്ന് അങ്ങനെ പറയാൻ ദൈവത്തിന് സമയം കിട്ടില്ല. उसने मुझे अपना दूत बना के आपको जगाने के लिए भेजा है कि जाग जाओ, इट इज द राइट टाइम. അപ്പോ എല്ലായിടത്തും പോകാൻ ദൈവത്തിന് സമയമില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ ദൂതനായിട്ട്, പ്രതിനിധിയായിട്ട് ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര സാറിനെ വിളിച്ച് വിട്ടിരിക്കുകയാണ്. ഇവിടെ ഉറങ്ങുന്ന ആളുകളെ ഒന്ന് ഉണർത്താൻ. There's a saying in Hindi, यूं तो लाखों बहाने आते हैं उसे जगाने के, दरों पे दस्त के देने खुदा जाया नहीं करते. मीन्स वो किसी तरीके से लोगों को जगाते हैं, वो हर किसी के घर पे जाके नोक नहीं करता है. यूं तो लाखों बहाने आते हैं उसे जगाने के, लोगों के घरों पे दस्तकें देने खुदा जाया नहीं करते. അതായത് ഉണരാൻ പല വഴികളും കാണിച്ചു കൊടുക്കും, അല്ലാതെ ദൈവം വന്ന് ഒരു കഥകൾ മുട്ടി വിളിക്കില്ല എന്ന്. എന്താണ്? പല വഴികളും കാണിച്ചു തരും, ഓരോ വീട്ടിലും ദൈവം വന്ന് മുട്ടി വിളിക്കില്ല. And the second macro question is why RCM? അപ്പോ വൈ ഡയറക്ട് സെല്ലിംഗ് ഉള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് പിടുത്തം കിട്ടിയോ? യെസ്. ഡയറക്ട് സെല്ലിംഗ് വേണോ? എത്ര പേർക്ക് വേണം? കൈപൊക്കിക്ക്. വാവ്, അഭി തോ സബ്കോ ചാഹിയേ. അപ്പൊ ഒന്ന് ഉറക്കം പറയാൻ പറ്റുമോ? വേണോ? നിങ്ങൾ ഉറക്കം പറഞ്ഞാലേ ദൈവം കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് വേണോ? ഡയറക്ട് സെല്ലിംഗ് വേണോ? യെസ്. ഇനി അടുത്ത ചോദ്യം, വൈ RCM? ഡയറക്ട് സെല്ലിംഗിൽ ഒത്തിരി കമ്പനികളുണ്ട്, ഒത്തിരി സിസ്റ്റം ഉണ്ട്. RCMനേക്കാൾ പഴക്കമുള്ളതും RCMന് ശേഷം വന്ന പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ RCM സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അറിയണ്ടേ?
ഞാൻ ഉറക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ പറയും, ഞാൻ പതുക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയും. അറിയണ്ടേ? So there are many logics कि हमें आरसी नहीं क्यों करना चाहिए, क्यों करना चाहिए, उसके बहुत सारे लॉजिक्स हैं. RCM ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. लेकिन मैं सिर्फ एक चीज पे आपको बताना चाहता हूं. दिस इज द USP of RCM, reasonable and quality products. എന്തുകൊണ്ട് RCM ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഇഷ്ടംപോലെ ഉത്തരങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം റീസണബിൾ ആൻഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, അതാണ് RCMന്റെ മാത്രം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. മറ്റ് ഡയറക്റ്റ് ഇല്ലാത്ത RCMന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് റീസണബിൾ പ്രൊഡക്ട്സ്. How many people agree RCM products are reasonable and quality, both combination? ഇത് ശരിയാണെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? ന്യായവിലയ്ക്ക് കിട്ടുന്നതാണ്, നല്ല ഗുണമുള്ളതാണ്, എല്ലാവർക്കും അറിയാം. യെസ്, लगभग सबको आता है. That's good, super. So that's why north or south, east or west, RCM is the best. So അതുകൊണ്ട് നമുക്ക് പറയാം, നോർത്ത് ഓർ സൗത്ത്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, RCM is the best എന്ന് പറഞ്ഞാലോ? യെസ്, ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. Can you say RCM is the best? RCM is the Best. So you do one thing, आपके जो साथ में जो बैठे हैं उनकी तरफ मुड़िए, उनसे हाथ मिलाइए और उनको बोलिए RCM is the best. ഓക്കെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം RCM is the best. നിങ്ങൾ കൈ പിടിക്കൂ, നമ്മൾ പറയാം, ഒന്നിച്ച് പറയണം. യെസ്, Say loudly, RCM is the best. RCM is the best. RCM is the best. अपने नेबर को बोलिए अच्छे से. ആ, ഇവിടെയല്ല, നിങ്ങൾ കൈ കൊടുക്കുന്ന ആളോട് നോക്കിയിട്ട് പറയണം RCM is the best. उसके थोड़ा नजदीक जाके कान में बोलिए അങ്ങനെ നിങ്ങൾ അവരുടെ ചെവിയിൽ പറയൂ RCM is the best. RCM is the best. RCM is the best. बिकॉज कुछ लोगों को ऊंचा सुनाई देता है. അങ്ങനെ കുറച്ച് ആളുകൾക്ക് പതുക്കെ കേൾക്കുള്ളൂ, ഈ വേറൊരു കാര്യം കേൾക്കില്ല. അതുകൊണ്ട് അവരുടെ ചെവിയിലെ നന്നായിട്ട് ഉറക്കാൻ പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. वो RCM में है लेकिन उनको मालूम नहीं है कि दे आर इन द बेस्ट कंपनी. അവർ RCMലാണ്, പക്ഷെ അവർക്കറിയില്ല അവർ ബെസ്റ്റ് കമ്പനിയിലാണ്, ഒന്നാം തരം കമ്പനിയിലാണ് അവരെന്ന് അവർക്കറിയില്ല. And best time to work in RCM is right now. RCMൽ വർക്ക് ചെയ്യാനുള്ള നല്ല സമയം എപ്പോഴാണ്? ഇപ്പോഴാണ്. റൈറ്റ് ടൈം ഈസ് നൗ. ഇപ്പോഴാണ് RCMൽ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. Because पिछले 25 सालों में there were many struggles in direct sell industry, but now highway is ready for you. കാരണം കഴിഞ്ഞ 24 വർഷം പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി, ഇപ്പോൾ നമുക്ക് ഹൈവേ റെഡിയാണ്. Now let's talk about micro question, how to succeed. അപ്പോ എങ്ങനെയാണ് നമുക്ക് RCMൽ സക്സസ് ആകുക, അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഹൗ ടു സക്സീഡ് പഠിക്കണ്ടേ? യെസ്, Yes. ഡയറിയും പേനയൊക്കെ കുറെ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. RCMന്റെ പ്രോഗ്രാമിൽ പോകുമ്പോൾ ഒരു ഡയറിയും പേനയും കരുതുന്ന ശീലം കൊണ്ടുവന്നിട്ടില്ലാത്തവര് സൂക്ഷിക്കുക. എന്ത് ചെറിയ പരിപാടിയാണെങ്കിലും ഒരു ഡയറിയും പേനയും നമ്മൾ കരുതുക. Are you ready? Yes. So अपने पड़ोसी से के द्वारा हाथ मिलाइए और उसको बोलिए I am ready to learn. അപ്പൊ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ട് പറയാം, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. I'm ready to learn. RCM പഠിക്കാൻ തയ്യാറാണ്. യെസ്, റെഡിയാണോ? Yes. വെറുതെ ഇവിടുന്ന് പഠിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ആ ബുക്ക് വലിച്ചെറിയാനല്ല, പഠിക്കണം, എന്നാലും സക്സീഡ് ആവാൻ പറ്റുള്ളൂ. So we all are passionate about RCM. हमें RCM बहुत अच्छा लगता है. RCM से हमें प्यार हो गया. Many people, बहुत सारे लोग fall in love in RCM. അപ്പോ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, RCM നമുക്കൊരു പാഷൻ ഉണ്ടാവണം.
അതൊരു തരം ലഹരിയായിട്ട് മാറണം. ഒത്തിരി ആളുകൾ ആർസിമിനെ പ്രണയിക്കുന്നു. लेकिन आपने इस पैशन के साथ में प्रोफेशन को ऐड करना पड़ेगा. ഇപ്പൊ പല ആളുകളും ആർസിം ലവേഴ്സ് ആണ്. പക്ഷേ നമുക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ അതിനോടൊപ്പം നമ്മുടെ പ്രൊഫഷനിലും കൂടി ആവണം. കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുമ്പോഴാണ് ആർസിമിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടുന്നത്. बहुत सारे लोगों को क्रिकेट से बहुत प्यार है, लेकिन उनको पैसा नहीं मिलता है. ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ? പക്ഷെ അവർക്ക് ക്രിക്കറ്റിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ക്രിക്കറ്റ് ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ക്രിക്കറ്റിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. अभी वर्ल्ड कप में जो टीम ने खेला है उनको बहुत सारा पैसा मिला है. എന്നാൽ ഇപ്പൊ വേൾഡ് കപ്പ് കളിച്ച ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ഒത്തിരി പൈസ കിട്ടിയോ? വ്യത്യാസം മനസ്സിലായോ? ആരോ ഹിയർ ഇവിടെ തന്നെയാണോ? അപ്പൊ ആർസിമിനെ നമുക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ആർസിമിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് ശരിക്കും അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുക. बहुत सारे लोगों को गाना गाना अच्छा लगता है एंड बहुत सारे लोग बाथरूम सिंगर हैं हमारे में से. How many are bathroom singers? അതുപോലെ പാട്ട് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. ബാത്റൂം സിംഗേഴ്സ് വല്ലപ്പോഴും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് പാടുന്ന ആളല്ലേ, പാടാൻ ഇഷ്ടമാണ്, പുറത്ത് പാടില്ല. അങ്ങനെ ബാത്റൂം സിംഗേഴ്സ് ഒത്തിരി ആളുണ്ട്. കൈപോക്കാത്തവർ ഒത്തിരി പേരുണ്ട്. ഒരു മൂളിപ്പാട്ട് പാടാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല. ശരിയല്ലേ? Are you getting money? അങ്ങനെ ബാത്റൂം പാട്ട് പാടി നമുക്ക് പൈസ കിട്ടുമോ? കിട്ടുമോ? ഇല്ല. आप गाना गाते हैं, आपकी वाइफ आपको आगे 500 रुपया देती है. वेरी गुड, थैंक यू वेरी मच. നിങ്ങൾ അങ്ങനെ പാട്ട് പാടുമ്പോൾ എല്ലാ പാട്ടിനും വൈഫ് 500 രൂപ വെച്ച് നിങ്ങൾക്ക് തരികയാണെങ്കിൽ എന്ത് നന്നായല്ലേ അല്ലേ? इवन अगर आप जोर से गाना गाएंगे तो डांट आपको पड़ेगी. അപ്പൊ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ ഉറക്കെ പാടിയാൽ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വഴക്ക് കിട്ടും. ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് പറയും. ശരിയാണോ? യെസ്. And there are few people in India जो गाना गाने के बहुत सारे पैसे कमाते हैं. എന്നാൽ ഇന്ത്യയിൽ പാട്ട് പാടി ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഉണ്ടോ? യെസ്. So same way बहुत सारे लोग हैं जो आरसीएम को सिर्फ प्यार करते हैं और प्यार करते रहेंगे जिंदगी भर, बट वो बहुत सारा पैसा नहीं बनाएंगे. അപ്പോ ഓർമ്മിപ്പിക്കുകയാണ്, ഒത്തിരി ആളുകൾ ആർസിയം ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടം മാത്രമായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ആർസിയമിൽ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. सीरियस पैसा वही बनाएंगे जो प्रोफेशनली तरीके से आरसीएम को करना शुरू करेंगे. എന്നാൽ സീരിയസ് ആയി പ്രൊഫഷണലായിട്ട് ആർസിയം ചെയ്യുന്ന ആളുകൾക്കാണ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുക. Profession requires three things. Every profession requires three things. ഏത് പ്രൊഫഷൻ ആണെങ്കിലും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. First thing is mindset. ഒന്ന് മൈൻഡ് സെറ്റ്, മനോഭാവം. आपके अंदर में क्या चलता रहता है, that is very important. അതായത് നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അതാണ് മനോഭാവം. ആർസിഎമ്മിനെ സംബന്ധിച്ച്, ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം എന്താണ്, അത് നമ്മുടെ സക്സസ് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. It is in your hand and require continuous effort, extremely crucial for senior leaders. ये पहली चीज, ये हमारे हाथ में है, किसी का परमिशन नहीं लेना इसको ठीक करने के लिए. सेकेंड थिंग, रिक्वायर्ड कंटिन्यूअस एफर्ट्स. इसके लिए आपको लगातार कुछ काम करना पड़ेगा एंड स्पेशली फॉर सीनियर लीडर्स दिस इज द की. अगर हमने अपने माइंडसेट को ठीक रखा तो हम ग्रो करेंगे, अदरवाइज टेक्निकल पे जाने के बाद में हम वापस आ सकते हैं और हमारी ग्रोथ रुक सकती है. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മനോഭാവം എവിടുന്നാ കിട്ടുന്നേ? അവനവനിൽ അധിഷ്ഠമാണ്. ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇതിന് തുടർച്ചയായിട്ടുള്ള എഫർട്ട്, പ്രയത്നം ആവശ്യമാണ്. പ്രത്യേകിച്ചും സീനിയർ ലീഡേഴ്സിന് തുടർച്ചയായ പ്രവർത്തനം അവനവന്റെ കയ്യിലാണ്. എങ്കിൽ മാത്രമേ മൈൻഡ് സെറ്റിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. There are
some points in mindset. First point is develop an entrepreneurial mindset because we are IBOs, independent business owners. No complaints at all. ഇവിടെ നമ്മൾ ഒരു വ്യവസായ സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ സ്വീകരിക്കണം. കാരണം എൻ്റേതാണ് എന്ന് പറയുമ്പോൾ അവിടെ പരാതിക്ക് അടിസ്ഥാനമില്ല. എല്ലാത്തിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. കംപ്ലൈന്റ് ഇല്ലാതെ IBO എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ, എൻ്റേതാണ്, ഈ ബിസിനസ് എൻ്റേതാണെന്നുള്ള ഒരു മനോഭാവത്തിൽ ഇതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. गवर्नमेंट एम्प्लॉय का एटीट्यूड रहता है, गवर्नमेंट एम्प्लॉय एटीट्यूड, जितना काम उसको दिया जाता है वो उससे थोड़ा कम करता है तो अच्छा महसूस करता है. ഗവൺമെന്റ് ജോലിക്കാരുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം, ആർക്കും വിരോധം തോന്നല്ലേ, കൊടുത്തിരിക്കുന്ന പണിയിൽ ഒരു അല്പം കുറച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നതാണ്. പറഞ്ഞ പണി മുഴുവൻ ചെയ്തില്ല, അപ്പോൾ ഒരു സന്തോഷം കൂടുതലുണ്ട്. അങ്ങനെയാണോ? प्राइवेट जॉब में जितना काम करते हैं मिलता उतना ही करते हैं बिकॉज उनको अपना सर्विस अपना जॉब बचा के रखना है. എന്നാൽ പ്രൈവറ്റിൽ അവർക്ക് കൊടുത്തിട്ടുള്ള പണി കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പണി കിട്ടും, പണി പോകും. അതുകൊണ്ട് കൊടുക്കുന്ന പണി മുഴുവൻ ചെയ്യും പ്രൈവറ്റിൽ. ശരിയാണോ? യെസ്. एंटरप्रेन्योर माइंडसेट वो होता है जो हर काम को आगे बढ़ के करता है. उसके लिए कोई कंडीशन नहीं रहती है कि मैंने कौन सा काम कम करना है. वो हर काम को अपना काम समझ के करता है. എന്നാൽ സംരംഭകൻ എന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ് ഓണർ എന്ന് പറയുമ്പോൾ, ഓരോ നിമിഷവും പ്രോഗ്രസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങി തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ട് ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാക്കുന്നയാളാണ്. ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ ഏറ്റെടുക്കുന്നത്. बहुत सारे लोग आरसीएम में आने के बाद भी एम्प्लॉय माइंडसेट के साथ में काम करते हैं. ആർസിഎമ്മിൽ വന്നതിന് ശേഷവും ഒത്തിരി ആളുകൾ ആ ഒരു തൊഴിലാളി മനോഭാവത്തിൽ, അല്ലെ എംപ്ലോയി മനോഭാവത്തിൽ തന്നെയാണ് ആർസിഎമ്മിലും വർക്ക് ചെയ്യുന്നത്. कुछ लोग हैं जो सारी जिम्मेवारी अपने कंधों पे उठा के लेके चलते हैं, वही लोग यहाँ पे स्टेज पे रिकॉग्नाइज होते हैं. എന്നാൽ ചില ആളുകൾ എല്ലാ ഉത്തരവാദിത്വവും അവരുടെ തോളിൽ ഏറ്റെടുത്തുകൊണ്ട് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള പ്രോഗ്രാമിൽ സ്റ്റേജിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. There is a very heart-touching real story. There was a big company, बहुत बड़ा कंपनी थी, और उस कंपनी में 1000 से ज्यादा एम्प्लॉय काम करते थे. ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ഉണ്ട്, അനുഭവ കഥയാണ്. ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ 1000-ലധികം ജോലിക്കാരുണ്ടായിരുന്നു. शाम को 6 बजे उस कंपनी की छुट्टी होती है और सभी एम्प्लॉय बाहर निकलते हैं. വൈകുന്നേരം 6 മണിക്കാണ് കമ്പനിയുടെ വർക്കിംഗ് ഡേ കഴിയുന്നത്. എല്ലാ ജോലിക്കാരും തിരിച്ചു പോകും. कंपनी का जो सीईओ है वो अपनी बड़ी गाड़ी से बाहर निकलता है. അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ CEO വണ്ടിയിൽ പുറത്തേക്ക് പോകും. और जैसे ही वो बाहर निकलता है, कंपनी का एक कॉमन एम्प्लॉय उसकी गाड़ी के आगे हाथ करता है. सीईओ गाड़ी रोकता है और वो एम्प्लॉय बगैर पूछे दरवाजा खोल के गाड़ी की फ्रंट सीट पे बैठ जाता है. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോകുന്ന സമയത്ത് കമ്പനിയുടെ CEO പുറത്തേക്ക് കാറിൽ വരുന്നു. ആ കമ്പനിയിലെ ഒരു സാധാരണ ജോലിക്കാരൻ വഴിയിൽ നിൽക്കുന്നു. അദ്ദേഹം കാർ കൊണ്ട് നിർത്തുന്നു. അദ്ദേഹം തന്നെ ഡോറ് തുറന്ന് കമ്പനിയുടെ സിഇഒയുടെ കാറിനകത്ത് കയറിയിരിക്കുന്നു. और कहता है कि दोस्त, ये किस्मत की ही बात है कि आज से 20 साल पहले मैंने और तुमने इस कंपनी को एक साथ ज्वाइन किया था, लेकिन आज आप इस कंपनी के सीईओ हो और मैं सिंपल एम्प्लॉय हूं. പറഞ്ഞു, ആ വണ്ടിക്കകത്ത് കയറിയതിന് പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ഭാഗ്യമാണ്. 20 വർഷം മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കമ്പനിയിൽ ജോലിക്കായിട്ട് വന്നത്. ഇന്ന് നീ കമ്പനിയുടെ CEO ആയി, പക്ഷെ ഞാൻ ഒരു സാധാരണ തൊഴിലാളി മാത്രമാണ്. ഇത് നിന്റെ ഒരു യോഗമാണ് എന്ന് പറഞ്ഞു. सीईओ ने कहा कि ये किस्मत नहीं है, ये माइंडसेट है. അദ്ദേഹം പറഞ്ഞു, ഇത് ഭാഗ്യമല്ല, ഇത് നമ്മുടെ മനോഭാവത്തിന്റെ ഫലമാണ്.
आप 20 साल पहले की वो रात याद कीजिए जब हमारी कंपनी बहुत छोटी थी, हम एक नाइट शिफ्ट करके वापस जा रहे थे। ഇനി ആലോചിച്ച് നോക്കാം, 20 വർഷം മുമ്പ് നമ്മളൊരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സംഭവം. 2 किलोमीटर आने के बाद मैंने कहा था कि ओहो एक बहुत बड़ी गलती हो गई, और तुमने पूछा था क्या हुआ। അതായത് നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 2 കിലോമീറ്റർ ദൂരം കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഒരു വലിയ മണ്ടത്തരം പറ്റി, ഒരു തെറ്റ് ചെയ്തു. അപ്പൊ നീ ചോദിച്ചു എന്താണ്? मैंने कहा था कि हम कंपनी के फैंस और लाइट को ऑफ करना भूल गए हैं। നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോരുകയാണ്, കമ്പനിയിലെ ലൈറ്റും ഫാനും ഓഫ് ചെയ്യാൻ മറന്നു എന്ന് ഞാൻ പറഞ്ഞു. तुमने कहा था कि क्या फर्क पड़ता है, सुबह आके कर देंगे। അപ്പോ ഇയാളെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അതിനെന്താ, നമ്മൾ വന്നിട്ട് പിന്നെ ചെയ്താൽ മതിയല്ലോ എന്ന്. हमें भूख लगी हुई है और बहुत रात हो गई है। ഞാൻ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, രാത്രിയായി, ഒത്തിരിയായി, ഇനിയിപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല, വിശക്കുന്നുമുണ്ട്. तुम जाके सो गए थे और मैं 2 किलोमीटर पैदल जाके लाइट और पंखा बंद करके आया था, क्योंकि उस समय मैं अपने आप को एक सामान्य कर्मचारी नहीं मानता था, मैं अपने आप को कंपनी का मालिक मानता था। നീ പോയി കിടന്ന് ഉറങ്ങി, എന്നാൽ ഞാൻ 2 കിലോമീറ്റർ തിരിച്ച് നടന്നു ചെന്ന് കമ്പനിയില് ലൈറ്റും ഫാനും ഓഫ് ചെയ്തിട്ട് വന്നു. കാരണം നീ കമ്പനിയുടെ ഒരു സാധാരണ തൊഴിലാളി ആയിട്ടാണ് നിന്നെ കരുതിയിരുന്നെങ്കിൽ ഞാൻ കമ്പനിയുടെ ഓണർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എന്നെ കരുതിയത് എന്ന്. अगर आपको आरसीएम में डायमंड बनना है तो आपको डायमंड का माइंडसेट बिगिनर के लेवल पे रखना पड़ेगा। അപ്പോ ആർസിഎമ്മിൽ നിങ്ങൾക്ക് ഡയമണ്ട് ആകണമെങ്കിൽ നമുക്കും അതുപോലെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. मुझे अच्छे से याद है इनिशियल डेज में मेरे बहुत सारे अपलाइनों ने आरसीएम को छोड़ दिया था। എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. എൻ്റെ തുടക്കകാലത്ത് ഒത്തിരി നല്ല ലീഡേഴ്സ് ഈ സിസ്റ്റം വിട്ടുപോയി. और वो मेरे सामने आरसीएम की नेगेटिव बात करते थे। അങ്ങനെ വിട്ടുപോയ ആളുകൾ ആർസിഎമ്മിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. और मैं उनसे कहता था कि अगर आपने कोई पॉजिटिव आरसीएम के बारे में करना है तो मेरे से कीजिए, प्लीज मेरे साथ में आरसीएम की कोई भी नेगेटिव टॉक नहीं करना है। അങ്ങനെ വിട്ടുപോയിട്ട് അവർ എന്നോട് ആർസിഎം നെഗറ്റീവ്, ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ആർസിഎമ്മിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പോസിറ്റീവ് പറയൂ, അല്ലാത്ത കാര്യം എനിക്ക് കേൾക്കണ്ട, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നോട് പറയണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു. मेरे अपलाइनों का वो शिकायती लहजा उनको बिजनेस से बाहर लेके चला गया, और आरसीएम के प्रति एक पॉजिटिव मेरा माइंडसेट मुझे आरसीएम में डायमंड बना गया। അങ്ങനെ അവര് ആർസിഎമ്മിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് അവരിന്ന് ആർസിഎമ്മിൽ ഇല്ല. എന്നാൽ ഞാൻ ആർസിഎമ്മിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ട്, എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ആർസിഎമ്മിൽ ഡയമണ്ടാണ്. And especially it is very crucial for senior leaders. പ്രത്യേകിച്ചും സീനിയർ ലീഡേഴ്സിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവായിരിക്കണം. Practice following attitude. മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സ്. First one is positive attitude. Positive attitude means हर सिचुएशन में अच्छा देखना. അതിൽ ഒന്നാമത്തേതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്ത് സംഭവിച്ചാലും അതിലൊരു ഗുണം കാണുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മനോഭാവം. कुछ लोग ऐसे होते हैं कि वो हर चीज में बुरा देखते हैं, नेगेटिव देखते हैं. എന്നാൽ ചില ആളുകൾ എന്ത് സംഭവിച്ചാലും അതിന്റെ പോരായ്മ അന്വേഷിക്കുന്നവരായിരിക്കും. 2 दोस्त थे. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. राम के घर में सिर्फ 3 लोग थे, और उसका दोस्त श्याम था, उनका एक बहुत बड़ा फैमिली था, कंबाइंड फैमिली. രാമൻ ശ്യാമൻ 2 സുഹൃത്തുക്കളാണ്. രാമന്റെ വീട്ടിൽ ആകെ 3 മെമ്പേഴ്സ് ഉള്ളൂ. ശ്യാമിന്റെ വീട്ടിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. एक दिन राम ने अपनी माँ से कहा कि माँ, श्याम का इतना बड़ा फैमिली है और हम सिर्फ 3 ही हैं, वी आर ओनली 3. आप हैं, मैं हूं और हमारी बहन है, क्या कभी ऐसा होगा हम कभी 4 होंगे? അപ്പോ രാം അമ്മയോട് ചോദിച്ചു, ഓ അമ്മയെ നോക്കൂ, ശ്യാമിന്റെ വീട്ടില് ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ആപ്പാടെ 3 പേരല്ലേ ഉള്ളൂ, അതുപോലെ വലിയൊരു ഫാമിലി ആകുമോ നമ്മുടെ എന്ന്.
उनकी मदर पॉजिटिव एटीट्यूड की थी। उसने कहा कि हाँ बेटा, अभी तुम छोटे हो, तुम जब बड़े हो जाओगे हम तुम्हारी शादी करेंगे और घर में एक दुल्हन आएगी तो हम 4 हो जाएंगे। അപ്പോൾ അമ്മ രാമനോട് പറഞ്ഞു, പിന്നെന്താ, നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആളുകളാകും, നീ കുറച്ചുകൂടെ വളർന്ന് മുതിർന്ന ആളായി കഴിയുമ്പോൾ നീ കല്യാണം കഴിക്കും, അപ്പം നമ്മുടെ വീട്ടിൽ ഒരാളും കൂടെ എണ്ണം കൂടില്ലേ. लेकिन राम नेगेटिव एटीट्यूड का था। उसने कहा कि जब तक मैं बड़ा होऊंगा, मेरी शादी होगी, तब तक बहन भी बड़ी हो जाएगी, उसकी शादी हो जाएगी, एक घर में आएगा एक चला जाएगा, हम तो फिर 3 के 3 रहेंगे। അപ്പോ രാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളായിരുന്നു. ആള് പറഞ്ഞു, കാര്യം ശരിയാണ്, ഞാൻ പ്രായം കൂടി, എനിക്ക് കല്യാണപ്രായമായി, എൻ്റെ കല്യാണം ആകുമ്പോഴേക്കും പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൾ വേറൊരു വീട്ടിൽ പോകില്ലേ, അപ്പോഴും നമ്മൾ 3 പേര് തന്നെയല്ലേ ഉണ്ടാവും. उसकी मदर ने कहा कि कोई बात नहीं बेटा, तुम्हारी शादी के कुछ सालों के बाद में तुम्हें बच्चा होगा, और जब बच्चा होगा तो हम फिर 4 हो जाएंगे। അപ്പൊ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, പെങ്ങളുടെ കല്യാണം കഴിച്ചവർ പോയാലും നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ, അപ്പൊ നമ്മുടെ വീട്ടിൽ വീണ്ടും അംഗങ്ങൾ കൂടുതലുണ്ടാകും. राम तो नेगेटिव एटीट्यूड का था। അപ്പോ രാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. उसने कहा कि जब मैं बड़ा होऊंगा, मेरी शादी होगी, शादी के बाद बच्चा होगा, तब तक तुम बूढ़ी होके तुम निकल जाओगी और हम तो फिर 3 ही रहेंगे। അപ്പോൾ രാം അമ്മയോട് പറഞ്ഞു, കാര്യം ശരിയാണ്, എനിക്കിപ്പോ ഇത്രയും പ്രായമുള്ളൂ, ഞാൻ മുതിർന്ന് കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അമ്മയ്ക്ക് ഒത്തിരി പ്രായമായി, അമ്മയും ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും. जो नेगेटिव एटीट्यूड के लोग हैं ना, उनको कितने भी आप लॉजिक दो, वो उसमें से भी नेगेटिविटी ढूंढ लेते हैं। അപ്പോ പറഞ്ഞു വന്നതാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ എന്ത് തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്തുള്ള നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന ആളുകളായിരിക്കും. इस दुनिया में हमारे साथ में कब क्या होगा वो हमारे कंट्रोल में नहीं है। ഈ ലോകത്ത് എപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ശരിയല്ലേ? യെസ്. अच्छी बात यह है कि वो जो भी हो जाए उसके ऊपर में रिएक्शन क्या देना है वो टोटली हमारे कंट्रोल में। എന്ത് സംഭവിച്ചാലും അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളും എന്തു വേണമെങ്കിലും നടക്കാം, പക്ഷെ എന്ത് നടന്നാലും അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അത് നമ്മുടെ കയ്യിലാണ്. मेरे अपलाइन बिजनेस को छोड़ के, आरसीएम को छोड़ के दूसरी डायरेक्ट सेलिंग कंपनी में चले गए। എൻ്റെ അപ്ലൈൻ ആർസിഎം വിട്ട് വേറെ ഡയറക്ട് സെല്ലിംഗിൽ പോയി. मैंने उसको पॉजिटिव एटीट्यूड में लिया। ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കണ്ടു. मैंने ये सोचा कि इनके जाने के बाद में मेरा प्रमोशन हो गया है, मैं सीनियर बन गया। അതായത് എൻ്റെ അപ്ലൈൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് എടുത്തു. हर सिचुएशन में अगर आप पॉजिटिव सोच सकते हैं तो आपका माइंडसेट डायमंड वाला बन गया है। यू कैन चेक योरसेल्फ। അപ്പോ ഇതുപോലെ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഡയമണ്ടിന്റെ മൈൻഡ് സെറ്റ് ആണെന്ന് മനസ്സിലാക്കുക, നിങ്ങളും ഒരിക്കൽ ഡയമണ്ട് ആകും. अगर तूफान आ जाए तो ये सोच के परेशान नहीं होना है क्या क्या खत्म हो गया, ये सोच के खुश रहना है कि क्या क्या बच गया है। ഒരു കൊടുങ്കാറ്റ് വന്നാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നോർത്ത് സങ്കടപ്പെടരുത്, എന്തൊക്കെ മിച്ചം കിട്ടി എന്നുള്ളതിനെ ഓർത്ത് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. एटीट्यूड ऑफ ग्रेटिट्यूड। രണ്ടാമത്തെ പോയിന്റ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞത. ये अगर आपने अपने अंदर डेवलप कर लिया, अपनी प्रैक्टिस में लेके आ गए तो हमेशा आप पॉजिटिव ही रहेंगे। ഈ ഒരു മനോഭാവം നമുക്ക് വളർത്താൻ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കും. देयर आर 2 टाइप ऑफ पीपल। एक है एहसान फरामोश, यानी उसके लिए कुछ भी किया जाए तो वो कभी उसको मतलब मानते नहीं है कि उसने मेरे लिए कुछ किया। एंड सेकंड इज कृतज्ञता भाव वाले लोग, एहसान मंद लोग, वो किसी ने थोड़ा सा भी किया तो उसको वो जिंदगी भर याद रखते हैं। രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ചിലര്
എന്ത് നല്ലത് ചെയ്താലും അവർക്ക് തൃപ്തിയാവില്ല, അവർ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. എന്നാൽ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണ് ചെയ്തതെങ്കിലും അതിനെ വളരെ പോസിറ്റീവായിട്ട് ഓർത്തുകൊണ്ട് എന്നും ഓർക്കുന്നുണ്ടാവും. जो मैंने बोला एहसान मंद और दूसरा क्या बोला? एहसान फरमोश. एहसान फरमोश को मलयालम में क्या बोलेंगे? What is that? Any word is there particular? एहसान फरमोश means जो किसी एहसान को मानता नहीं है. मानता नहीं है. Yes. नंदी कट्टवन. नंदी कट्टवन. और जो एहसान को मानता है, एहसान मंद, उसको क्या बोलेंगे? नंदी उल्लवन. Okay, right. So आपको कौन से लोग पसंद है? I will ask you कि आपको को किस तरह के लोग पसंद हैं? एहसान मंद या एहसान फरामोश? നന്ദി ഇല്ലാത്തവരെയാണോ നന്ദി ഉള്ളവരെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് ചോദ്യം. നന്ദിയുള്ളവൻ. യെസ്, നന്ദിയുള്ളവൻ. നന്ദിയുള്ളവരെ. So same way बाकी लोगों को भी जो एहसान मंद नजरिए वाले लोग हैं वो पसंद हैं. अगर आप वैसे हैं तो लोग आपके साथ में रहना पसंद करेंगे, आपके साथ में काम करना पसंद करेंगे. ഇത് നമുക്ക് മനസ്സിലാകേണ്ട കാര്യമാണ്. നന്ദിയുള്ളവരും നന്ദിയില്ലാത്തവരും, നന്ദി കെട്ടവൻ എന്ന് പറഞ്ഞു, നന്ദിയുള്ളവരും നന്ദിയില്ലാത്തവരും. നമുക്ക് ആരെയാണ് ഇഷ്ടം? നന്ദിയുള്ളവരെയാണ്. നമ്മൾ എങ്ങനെയാണ്? നന്ദിയുള്ളവൻ. നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ നന്ദി. മനസ്സിലാക്കുക, നമ്മൾ അതിൽ കുറച്ച് തിരുത്തൽ വരുത്താനുണ്ട്. कुछ लोगों को अपलाइनों से बहुत शिकायतें रहती हैं कि मेरी अपलाइन ने मेरे लिए ज्यादा नहीं किया है. പല ആളുകൾക്കും അപ്ലൈനെ കുറിച്ച് വലിയ പരാതിയാണ്, എൻ്റെ അപ്ലൈൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. जिस प्रकार आपका आपके पेरेंट्स के प्रति एक ग्रेटिट्यूड का फील रहता है कि उनकी वजह से आप इस दुनिया में आए हैं, उसी प्रकार का ग्रेटिट्यूड आपका अपलाइन के प्रति रहना चाहिए, क्योंकि उनकी वजह से आपको दुनिया की बेस्ट कंपनी में काम करने का मौका मिल रहा है. മാതാപിതാക്കളോട് നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ, അവര് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നാം ഈ നിലയിലെങ്കിലും എത്തിയത്. അവരില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരോടുള്ള നന്ദി എന്താണോ അതേപോലെ ആയിരിക്കണം നമുക്ക് അപ്പലൈനുള്ള മനോഭാവം. നമ്മൾ ആർസിബിലിൽ നിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അപ്ലൈൻ തന്നെയാണ്. और इसकी प्रैक्टिस करने के लिए यू कैन स्टार्ट ए ग्रेटिट्यूड जर्नल डेली. यू कैन स्टार्ट ए ग्रेटिट्यूड जर्नल. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ? रात को सोने से पहले 5 लोगों के नाम लिखने हैं जिन्होंने पूरे दिन में आपको हेल्प किया है और आप उनको थैंक्स करना चाहते हैं. അപ്പോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്ത 5 പേരുടെ പേരെഴുതുക. അന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്ത 5 പേരുടെ പേരെഴുതുക എന്നുള്ളത് ഒരു ശീലമാക്കാം. आज रात को जब मैं अपना ग्रेटिट्यूड जर्नल लिखूंगा तो उसमें मैं श्रेशन सर का नाम लिखूंगा, बिकॉज वो सुबह सुबह उन्होंने मुझे कोकोनट वाटर पिलाया है. അപ്പോ ഇന്ന് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ അതിന് ആദ്യത്തെ പേര് ശ്രീശൻ സാറിൻ്റെതായിരിക്കും. കാരണം രാവിലെ അദ്ദേഹം എനിക്ക് ഇളനീര് തന്നു. I will give my gratitude to Mr. Santosh Sharma because जब हम साथ में आ रहे थे he gave me 2 dates. उसने 2 खजूर मुझे खाने के लिए दिया. I am very thankful to him. I will write it in my journal. രാവിലെ വരുമ്പോൾ സന്തോഷ് ശർമ്മ സാർ അദ്ദേഹത്തിന് 2 ഈന്തപ്പഴം കൊടുത്തു. അതും ഞാനിത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഡയറിയിൽ എഴുതും. मैं लिखूंगा कि केरला की बहुत ब्यूटीफुल लेडीज ने जो आरसिम की ड्रेस में थी प्रॉपर, उन्होंने बहुत आदर और सम्मान के साथ में मेरा वेलकम किया है. आई एम ग्रेटफुल टू ऑल ऑफ यू. थैंक यू सो मच. ഞാൻ അതുപോലെ എഴുതുന്ന മറ്റൊരു കാര്യമാണ്, കേരളത്തിലെ പ്രിയപ്പെട്ട ലേഡീസ് ആർസിബിന്റെ ഡ്രസ്സിൽ തന്നെ ഇന്ന് വലിയൊരു സ്വീകരണം എനിക്ക് തന്നു. അതും ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എഴുതുന്നുണ്ടാവും. अभी
3 मेरा ग्रेटिट्यूड हो गया है, अभी 2 और बाकी है, तो अभी जो अभी टाइम बचा है तो उसमें मैं 2 और ऐड करने वाला हूँ. അപ്പോൾ 3 കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്നത്തെ ഇനിയും 2 കാര്യം കൂടെ എഴുതാനുണ്ട്. 5 എഴുതുന്നത്. ആ 2 എന്താന്നുള്ളത് തീരുമാനിക്കാനിരിക്കുന്നേ ഉള്ളൂ. और ये मेरा स्पीच खत्म होते होते उसमें एक नाम CRN मूर्ति को और ऐड हो जाएगा, बिकॉज उन्होंने बहुत अच्छा ट्रांसलेशन किया है. പ്രോഗ്രാം കഴിയുമ്പോഴേക്കും 4ാമത്തെ പേരായിട്ട് എന്നെ എഴുതുന്ന പറഞ്ഞ് ഇനി 5ാമത്തെ പേരിനുള്ള ചാൻസ് ഉണ്ട്. അത് ആരാ കിട്ടുക നോക്കിക്കൊള്ളാം കേട്ടോ. താങ്ക് യു സർ. We have to practice it because it is not in our practice. हम कमियां देखते हैं, अच्छाइयां नहीं देखते हैं. एक दिन में कितने सारे लोग हमें हेल्प करते हैं. ഇത് നമ്മുടെ ശീലത്തിലുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. പക്ഷെ ഇന്നു മുതൽ നമ്മളത് ചെയ്തു തുടങ്ങിയാൽ ഈ കാര്യത്തിൽ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. वर्ल्ड के जो सबसे ज्यादा सफल लोग हैं उनकी सबसे पहली आदत ये होती है कि वो हमेशा ग्रेटिट्यूड की फीलिंग के साथ जीते हैं. दे लिव इन फीलिंग ऑफ ग्रेटिट्यूड. ലോകത്തിലെ വലിയ വലിയ ആളുകൾ, പ്രശസ്തരായ ആളുകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൃതജ്ഞത ഉള്ളവരാണ് എന്നതാണ്. अगर आपका पड़ोसी सो नहीं रहा है तो आप उसको हैंडशेक करके उसको थैंक्स बोल सकते हैं. थैंक यू वेरी मच फॉर नॉट स्लीपिंग इन द मीटिंग. അപ്പൊ നിങ്ങളുടെ അടുത്തിരുന്ന് ആരും ഉറങ്ങുന്നുണ്ടെങ്കിൽ, ഉറങ്ങുന്നില്ലെങ്കിൽ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഉറങ്ങാത്തതിനൊരു താങ്ക്സ് പറയാം. You can say thanks to him. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഉറങ്ങുന്നില്ലല്ലോ, അപ്പൊ ഉറങ്ങാതിരിക്കുന്നതിന് ഒരു Let's thanks. start the practice. അപ്പൊ ഈ പ്രാക്ടീസ് ഇവിടെ തുടങ്ങാം. ആരും ഉറങ്ങുന്നുണ്ടെങ്കിൽ എന്ന് പറയും, ജോ സോരാ ഉनको क्या बोलेंगे? उनको बोलेंगे कि थैंक्स सो मच, आप खराटे नहीं मार रहे हैं. ആരും ഉറങ്ങുന്നില്ലെന്ന് എനിക്കറിയാം അല്ലേ? യെസ്, ഒരു നല്ല കൈയടി ആവാം. നമുക്കൊരു വലിയ എഡ്യൂക്കേഷൻ തന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് തന്നെ ഇതിനു വേണ്ടി ഒരു ഡയറി ഓപ്പൺ ചെയ്യുക. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അത്തരത്തിൽ 5 പേരുടെ പേരെഴുതുക. ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും സന്തോഷം തന്ന ആളുകൾ, കുറഞ്ഞത് 5, കൂടുതൽ എഴുതാൻ കുഴപ്പമില്ല, പക്ഷേ 5 എഴുതണം. തയ്യാറാണോ? Are you ready? Yes. That's good. लर्निंग एटीट्यूड, हमेशा सीखने के लिए तैयार रहना. आप किसी भी लेवल पे चले जाएं. मुकेश कोठारी सर बोलते हैं कि अगर आपका लर्निंग एटीट्यूड नहीं है, इफ यू डू नॉट हैव लर्निंग एटीट्यूड, हार्वर्ड यूनिवर्सिटी का प्रोफेसर भी आपको कुछ नहीं सिखा सकता है. एंड इफ यू हैव ए लर्निंग एटीट्यूड, तो शराबी में पड़ा, नाली में पड़ा हुआ शराबी और एक छोटा बच्चा आपको बहुत कुछ सिखा सकता है. അതായത് പഠിക്കാനുള്ള മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വിചാരിച്ചാലും നിങ്ങളൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ പഠിക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ഒരു മദ്യപാനിയോ ഒരു കൊച്ചുകുട്ടിയോ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരും. അവരിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. आज वही लोग यहाँ से सीख के जाएंगे कुछ, जो लर्निंग एटीट्यूड के साथ में यहाँ पे बैठे हुए हैं. അപ്പൊ അങ്ങനെ പഠിക്കാനുള്ള മനോഭാവത്തിൽ വന്നിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകും. And this is most important attitude. Never give up. Never give up attitude. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെവർ ഗീവ് അപ്പ്. ഒരു കാരണവശാലും വിട്ടുപോകില്ല, ആശയം വിട്ടു പോകില്ല എന്നുള്ള ഉറച്ച ഒരു തീരുമാനം, അത് നടപ്പിലാക്കണം. एक बार फिर मैं आपसे पूछना चाहता हूं, कितने लोग डायमंड बनना चाहते हैं? എത്ര പേര് ഡയമണ്ട് ആകണം? ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാൻ ആഗ്രഹമാണ്. യെസ്, आर यू सीरियस? पड़ोसी को बोलिए कि मैं डायमंड बनना चाहता हूं. അടുത്ത ആളോട് കൈ ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറയൂ, എനിക്ക് ഡയമണ്ട് ആകണം. थोड़ा जोर से बोलिए. ഉറക്കാൻ പറയൂ, നിങ്ങളുടെ പറഞ്ഞ എല്ലാവരും കേൾക്കണം, എനിക്ക് ഡയമണ്ട് ആകണം. യെസ്. अगर आप डायमंड बनने के लिए सीरियस हैं और आपका ये वाला एटीट्यूड है, नेवर गिव अप एटीट्यूड,
कुछ भी हो जाए मैं तब तक नहीं छोड़ूंगा जब तक मैं डायमंड नहीं बन जाऊंगा. അപ്പോ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക. എന്ത് സംഭവിച്ചാലും ഡയമണ്ട് ആകുന്നത് വരെ ഞാൻ RCM വിട്ടു പോകില്ല. പറയാൻ പറ്റുമോ? യെസ്. There is a very famous basketball player Michael Jordan. किसी ने उनसे पूछा कि हाउ यू सक्सीड, आप कैसे सफल हो गए, आपने सबसे ज्यादा गोल किए बास्केटबॉल में. उन्होंने कहा कि आई फेल्ड ओवर एंड ओवर एंड ओवर एंड ओवर बट आई नेवर क्विट, दैट व्हाई आई सक्सीड. ഒരു മൈക്കൽ ജോർഡാൻ എന്ന് പറയുന്ന ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ഉണ്ട്. അദ്ദേഹം വലിയ പേരെടുത്ത കളിക്കാരനായി. അപ്പൊ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ തുടക്കത്തിൽ വളരെ മോശക്കാരനായ കളിക്കാരനായിരുന്നു, എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു കളിക്കാരനാകാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയില്ല, ഞാൻ ഇതിൽ തുടർന്ന് പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു, അതാണ് എൻ്റെ സക്സസിന്റെ രഹസ്യം എന്ന്. In mindset, third point is confidence. മൈൻഡ് സെറ്റില് മനോഭാവത്തിൽ മൂന്നാമത്തെ കാര്യമാണ് കോൺഫിഡൻസ്. Confidence create action. If you are confident, you will do more actions, and if you will do more actions, you will get more results. അതായത് ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ആത്മവിശ്വാസം. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും കൂടുതൽ റിസൾട്ട് കിട്ടും, ഫലം കിട്ടും. ശരിയാണോ? യെസ്. इसके रिवर्स भी होता है. If you have less confidence, then less actions, less results, and it will be same way. And after 2-3 circle, there will be no confidence, no action, no result, and you will quit. അപ്പോ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കും, റിസൾട്ട് കിട്ടും, അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. വീണ്ടും നിങ്ങൾ ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. യെസ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആക്ഷൻ എടുക്കില്ല, അല്ലെങ്കിൽ ചെറിയ ആക്ഷൻ എടുക്കും, റിസൾട്ട് മോശമാകുമ്പോൾ കോൺഫിഡൻസ് വീണ്ടും കുറയും. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ആക്ഷൻ കുറയ്ക്കും, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വീണ്ടും കുറയും, നമ്മുടെ കോൺഫിഡൻസ് വീണ്ടും കുറയും, അങ്ങനെ നമ്മൾ വിട്ടുപോകും. और कॉन्फिडेंस को गेन करने के लिए you have to work on skills. അപ്പോ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കണം, സ്കിൽസ്. Especially basic skills are essentials to build a solid foundation. അതായത് ബേസിക് സ്കിൽ, പ്രാഥമികമായ കഴിവുകൾ നമുക്കൊരു സ്ട്രോങ് ബേസ്, അടിസ്ഥാനം ഉണ്ടാക്കാൻ അത്യന്താപേക്ഷിതമാണ്. RCM में आपकी अचीवमेंट इस चीज से डिटरमाइन नहीं होती है कि आप कितने घंटे हर रोज काम करते हैं, अपितु इससे डिटरमाइन होती है कि आप कितने स्किलफुल तरीके से काम करते हैं. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ RCM ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് എത്ര സാങ്കേതിക പരിജ്ഞാനത്തോടു കൂടി ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് റിസൾട്ട് നിർണ്ണയിക്കുന്ന ഘടകം. And you have to be master in these basic skills. അപ്പൊ ഇതാണ് ബേസിക് സ്കിൽസ് എന്ന് പറയുന്നത്. ഈ ബേസിക് സ്കിൽസിൽ നമ്മൾ മാസ്റ്റർ ആവണം. स्किल से आपका कॉन्फिडेंस बिल्ड होगा. നമ്മുടെ സ്കില്ല് കൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. कॉन्फिडेंस से एक्शन ज्यादा होगा और एक्शन से रिजल्ट्स ज्यादा आएगा. മുമ്പ് പറഞ്ഞു, കോൺഫിഡൻസ് കൂടുമ്പോൾ ആക്ഷൻ വരും, ആക്ഷൻ വരുമ്പോൾ റിസൾട്ട് കിട്ടും, വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടും. हमारे यहाँ पे इनिशियल डायरेक्ट सेलर के लिए कोई बहुत अच्छा टूल नहीं था उसको देने के लिए. ഇവിടെ ഡയറക്ട് സെല്ലിംഗിൽ ആദ്യം തുടക്കകാലത്ത് ഡയറക്ട് സെല്ലിംഗ് ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. और वो टूल बीइंग ए अपलाइन मैं आपके लिए लेके आया हूं. दैट इज हाउ टू बिकम ए विनर ऑफ डायरेक्ट सेलिंग. അതായത് ഇന്ന്
ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ട ഒരു അടിപൊളി ടൂൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. Already 50,000 books already sold in Hindi. ഹിന്ദിയിൽ 50,000 കോപ്പി ഓൾറെഡി സോൾഡ് ആയി. And this is number 1 bestseller on Amazon. ആമസോണിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ആണ് ഈ ബുക്ക് ഇപ്പോൾ. And now it is launched in English also. ഇപ്പോൾ അത് ഇംഗ്ലീഷിൽ ലഭ്യമാണ്. And in this book we have covered all these skills, you know, how to do prospecting, appointments, presentation, follow up and startup. അപ്പോൾ ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ബേസിക് സ്കിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ വളർത്താം, എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. And this is the scan. You can click the photo and take orders on Amazon. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ ഈ സാധനം നിങ്ങൾക്ക് വരുത്താൻ കഴിയും. Yesterday I was checking कि ये काम कर रहा है या नहीं कर रहा है. There was showing that only 2 books are left. ഹിന്ദി, English. ഇംഗ്ലീഷ്. സാർ ഇന്നലെ ചെക്ക് ചെയ്തു QR കോഡിൽ. അപ്പോൾ 2 ബുക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. This is link for English version. ഇത് ഇംഗ്ലീഷ് വെർഷൻ ഉള്ളതാണ്. And do you want this should be in Malayalam also? Yes. Yes. മലയാളത്തിൽ വേണോ? Yes. Now Murthy ji, ball in your court. എത്ര കോപ്പി വേണം? എത്ര? 30,000. 50. മതിയോ? സാറ് പറയുന്ന 50,000 കോപ്പി വേണം. ടീമിലുള്ള ആളുകൾക്കൊക്കെ ഇത് കൊടുത്താൽ അവർ പഠിക്കും, അവർ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും, നമ്മുടെ ടീം വളരും. ശരിയാണോ? മലയാളം അറിയാവുന്നവരാണ് ഭൂരിപക്ഷം പേരും, അത് മലയാളത്തിൽ കൊടുക്കണം. അങ്ങനെ മലയാളത്തിൽ ഈ ബുക്ക് കിട്ടിയാൽ നിങ്ങൾ എത്ര ബുക്ക് വീതം വാങ്ങിക്കും? ഒരെണ്ണം വാങ്ങിച്ചാൽ ഞാൻ പഠിക്കും. ഞാനൊരു 100 എണ്ണം, ശിവകുമാർ സാറ് പറഞ്ഞപോലെ ഞാനൊരു 100 എണ്ണം വാങ്ങിച്ച് എൻ്റെ ടീമിലുള്ളവർക്ക് കൊടുത്താൽ അവര് പഠിക്കും, അവര് ചെയ്യും, അവരും വളരും, ഞാനും വളരും. ശരിയല്ലേ? 100 എണ്ണം എല്ലാവരും 100 വാങ്ങിക്കോ? അങ്ങനെയാണെങ്കിൽ സോണൽ സെലിബ്രേഷനിൽ നമ്മള് മലയാളത്തിൽ ഇതിന്റെ ബുക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റിലീസ്. ഓക്കെ, അപ്പൊ അതിനുള്ള കരുതൽ ഉണ്ടായിക്കൊള്ളുക. എന്നാണ് സോണൽ സെലിബ്രേഷൻ? ഓഗസ്റ്റ് 25. എത്ര പേര് രജിസ്റ്റർ ചെയ്തു? രജിസ്റ്റർ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസങ്ങളിൽ ചേർത്ത് 4500 PVO. ജൂൺ മാസത്തിൽ മാത്രം 2000 PVO. ജൂൺ മാസത്തിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരോ അല്ലെങ്കിൽ ടെർമിനേഷൻ ഒഴിവാക്കിയവരോ 1000 PVO ചെയ്താൽ അവർ രജിസ്റ്റർ ചെയ്താലാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുക. എവിടെയാണ് ആ പ്രോഗ്രാം നടക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ എവിടെയാണ്? അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് RCMന്റെ സൗത്ത് സോൺ ഇവന്റ് നടക്കാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കൽ ഇവന്റ്. അവിടെ നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാർ എഴുതിയ ബുക്ക് മലയാളത്തിൽ കിട്ടുന്നുണ്ടാകും. അവിടെ നമ്മൾ ഒഫീഷ്യലി അത് ലോഞ്ച് ചെയ്യുന്നുണ്ടാകും. ഇന്ന് തന്നെ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഈ കാര്യം അറിയിച്ചിട്ട് നിങ്ങൾ ഓർഡർ എടുത്തോളൂ. കാരണം നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഓർഡർ കൊടുത്താലാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് അന്ന് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആമസോണിലും ഇതിലൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. സാർ एक सेकंड में और ज्यादा ले रहा हूं. Yes sir, please. ഇപ്പോ കേറി വന്നപ്പോ പല ആളുകളും ന്യൂട്രിചാർജിന്റെ ടൂൾസ് വാങ്ങിച്ചോ? എത്ര പേര് വാങ്ങിച്ച കൈമുക്കിക്ക്? വാങ്ങാത്തവരാണ് വാങ്ങിയവരെക്കാൾ കൂടുതൽ. 4 ടൂൾ ന്യൂട്രിചാർജ് വുമൺ, അത് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഹീമോഗ്ലോബിൻ അനലൈസിങ്. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും അസുഖമായിട്ട് ചെന്നാൽ ഡോക്ടർ പറയും കൈയൊന്നു കാണിക്കൂ, കൈയുടെ നഖമൊന്നു കാണിക്കൂ, പിന്നെ ഇങ്ങനെ പിടിച്ചു നോക്കും, നാക്ക് നീട്ടു, അല്ലേ? അപ്പൊ വിചാരിക്കും എന്തിനാണ് ഇയാൾ ഈ നാക്ക് നീട്ടാനൊക്കെ പറയുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ എന്താണ് എന്ന് പരിശോധിക്കുകയാണ്.
ഡോക്ടർക്കറിയാം ഒരാളുടെ നാക്ക് കണ്ടാൽ. പക്ഷേ അങ്ങനെ മോശമായ ഹീമോഗ്ലോബിൻ ഉള്ള ഒരാള് കണ്ണാടി നോക്കി നാക്ക് നീട്ടിയാൽ അവർക്ക് മനസ്സിലാവില്ല അവർക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്. ശരിയാണോ? യെസ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ, അതായത് കണക്ക് പറയുന്നത് 70% സ്ത്രീകളും 10-ൽ താഴെ ഹീമോഗ്ലോബിൻ ഉള്ളവരാണ്. അവർ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. അവർക്കറിയില്ല. എന്നാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ബുക്ക് ഒരാളുടെ ഹീമോഗ്ലോബിൻ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഹീമോഗ്ലോബിൻ ലെവല് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ, പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ പരിഹാരം? വുമൺ ടാബ്ലറ്റ്. പരിഹാരം ഉണ്ടോ? ന്യൂട്രിചാർജ് വുമൺ. ന്യൂട്രിചാർജ് വുമൺ. ന്യൂട്രിചാർജ് വുമൺ എന്ന് ഉറക്കെ പറഞ്ഞേ. ന്യൂട്രിചാർജ് വുമൺ. യെസ്. ഇനി അതുപോലെ ആർത്തവം. അയ്യേ, ഇതൊക്കെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. സ്റ്റാർ ഫ്ലവർ പറയാൻ മടിയാണ്. പെൺകുട്ടികളൊരു ബുദ്ധിമുട്ടുണ്ടായി അമ്മയോടോ മുതിർന്നവരോടോ പറയുമ്പോൾ ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്, ഇതൊന്നും പറയണ്ട. എന്താണ് ആർത്തവം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ചെറിയൊരു ഹാൻഡ് ബുക്ക്. അതുപോലെ ഹീമോഗ്ലോബിൻ, അതിൻ്റെ ദോഷം കുറഞ്ഞാലുള്ള പ്രശ്നം എങ്ങനെ കൂട്ടണം, ഇതൊക്കെ പറഞ്ഞ് ചെറിയൊരു ഹാൻഡ് ബുക്ക്. കൂടാതെ മൂന്നാമത് ഒരെണ്ണം കൂടെയുണ്ട്. ഇതൊന്ന് കുറച്ച് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പറൊക്കെ വെച്ച് ന്യൂസ് പേപ്പറിലൂടെ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മനോഹരമായ ഒരെണ്ണം. ഇത് 4 കൂടെ ചേർത്ത് 600 രൂപയ്ക്ക് ഒരു സെറ്റായിട്ട് അവിടെ കിട്ടുന്നു. ഹീമോഗ്ലോബിൻ്റെ ബുക്കിലെട്ട് 10 എണ്ണം ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് തീരും. 100 എണ്ണം വാങ്ങിച്ചവർ എത്ര പേരുണ്ട്? 100 എണ്ണം വാങ്ങിച്ചവരാരെങ്കിലുണ്ടോ? 50 വാങ്ങിച്ചവരുണ്ടോ? യെസ്, 6 വാങ്ങിച്ചു. 50 വാങ്ങിച്ചവരുണ്ട്. 20 വാങ്ങിച്ചവര് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാത്ത കുറെ ആൾക്ക് ഇനി കിട്ടില്ല. കാരണം നമ്മൾ വന്നപ്പോ അത് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പോന്നു. ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, നിങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ സീരിയസ് ആണെങ്കിൽ, നിങ്ങൾ RCMൽ സീരിയസ് ആണെങ്കിൽ, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത വളരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് ടൂളാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൂടെ നിങ്ങൾ വാങ്ങണം. സാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ടൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഞാൻ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഒരു നല്ല കൈയടി ന്യൂട്രിചാർജിന് വേണ്ടിയാകാം. താങ്ക് യു സർ. Thank you so much. And last and most important things required for professional is discipline. അപ്പോ നമുക്ക് സക്സസ് ആകാൻ വേണ്ട മൂലമന്ത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഡിസിപ്ലിൻ, അച്ചടക്കം. Develop strong work ethics. സ്ട്രോങ് വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യതയോടുകൂടി ശരിയായ രീതിയിൽ മാത്രം ചെയ്യുന്ന നമ്മുടെ ഒരു മനോഭാവം, ശരിയായി മാത്രം ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. In RCM there is no boss. कोई भी आपका बॉस नहीं है. There is no office कि वहां पे जाके आपको थंब लगाना है और आपका अटेंडेंस लगेगा. RCMല് നമുക്കൊരു ഓഫീസില്ല. കാരണം ഓഫീസുള്ള ആൾക്ക് സമയത്ത് ചെന്നില്ലെങ്കിൽ ചീത്ത കിട്ടും. ഇവിടെ ഓഫീസില്ല, അവിടെ പോയി തമ്പ് കൊടുത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കൊരു ബോസ് ഇല്ല. ഉണ്ടോ? ആരോട് സമാധാനം പറയണ്ട. ശരിയല്ലേ? യെസ്. बॉस न होने की वजह से कुछ लोग RCM में फुल टाइम काम कर रहे हैं, बट वो दिन में हार्डली 2 घंटे काम करते हैं. और कुछ लोग जो पार्ट टाइम कर रहे हैं RCM को, वो 6 घंटे काम कर रहे हैं. അതായത് ബോസ് ഇല്ലാത്തത് കൊണ്ട് ഫുൾ ടൈം RCM ചെയ്യുന്നു എന്ന് പറയുന്ന കുറെ ആളുകൾ 1-2 മണിക്കൂറാണ് ചെയ്യുന്നത്. ഫുൾ ടൈം ആണ്. 2 മണിക്കൂറേ അവർ RCM ഒരു ദിവസം ഇൻവോൾവ് ചെയ്യുന്നത്. എന്നാൽ കുറെ ആളുകൾ പാർട്ട് ടൈം ആണ്. പാർട്ട് ടൈം ആയിട്ടും 5-6 മണിക്കൂർ അവർ ചെയ്യുന്നു പെർ ഡേ, ഡെയിലി. You can do RCM as a part time, लेकिन समटाइम नहीं करना है कि कभी मूड हुआ तो किया और नहीं हुआ तो नहीं किया. You have to maintain discipline. അപ്പോ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ സം ടൈം ആയിട്ടല്ല ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ക്ലിപ്ത സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാവരുത്. It is non-negotiable for success.
എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്തതാണ് ഈ കാര്യം. എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവൂ. There is a person who is teaching direct selling in Seoul University and he did PhD in direct selling, Dr. Kamalkant Vasist. So उन्होंने अपने रिसर्च से एक टूल निकाला है, उसको बोलते हैं हैबिट ट्रैकर. या ഇപ്പോൾ ഷോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ PhD ഡയറക്ട് സെല്ലിങ്ങിലാണ്. അദ്ദേഹം ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹാബിറ്റ് ട്രാക്കർ. ആൻഡ് ദിസ് ഇസ് ദ ഹാബിറ്റ് ട്രാക്കർ. ഇതാണ് ഹാബിറ്റ് ട്രാക്കർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. Every day we have to need at least 3 things. 3 चीजें जरूर करनी है. The first thing, new name added to list. कम से कम 2 नए लोगों के नाम हमने अपनी लिस्ट में हर रोज लिखने हैं. അപ്പൊ ഈ ഹാബിറ്റ് ട്രാക്കറിൽ നമുക്ക് സക്സസ് ആകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് വളരണമെങ്കിൽ പുതിയ ആളുകൾ വരണം, വേണ്ടേ? അപ്പോൾ കുറഞ്ഞത് 2 പേരെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. And it is applicable to all. Vital levels, royalty, technical and technical and above. It is applicable all because अगर सीनियर लोग नहीं करेंगे तो ऑटोमेटिकली जूनियर भी नहीं करेंगे because ये टोटली डुप्लीकेशन का बिजनेस है. അതായത് ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആയതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ആളുകൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളും ചെയ്യില്ല. അതുകൊണ്ട് യാതൊരു ലെവൽ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ദിവസവും കുറഞ്ഞത് 2 പേരെ എങ്കിലും നമ്മൾ നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിൽ പുതിയതായിട്ട് ആഡ് ചെയ്യണം. सो अपने पड़ोसी की तरफ में घूमिए, उसको हाथ मिलाइए और हाथ मिला के कहिए कि मैं 2 नाम हर रोज लिखूंगा. അപ്പോ മുമ്പത്തെ പോലെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തോണ്ട്, അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കല്ല, അദ്ദേഹത്തിന് പറയാ, ദിവസവും 2 പുതിയ പേര് ഞാൻ എന്റെ പ്രോസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. स्पीक बोलना है, दोनों को बोलना है. പറയണം, 2 പേരും പറയണം. നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയണം. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? दो नाम लिखना है. യെസ്. ഹലോ, ചിലര് കൈ കൊടുത്തില്ല, ചിലര് പറഞ്ഞില്ല. പറഞ്ഞോ? ദിവസവും 2 പുതിയ പേര് എഴുതണം പ്രോസ്പെക്ട് ലിസ്റ്റിൽ. പറഞ്ഞോ എല്ലാവരും? നിന്നെ അടുത്തിരിക്കുന്ന ആള് പറയുന്നില്ലെങ്കിൽ ബലമായിട്ട് അയാളെ കൈപിടിച്ച് പറയുക. കാരണം ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോഴാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആള് അത്ര ഉത്സാഹത്തിലല്ലെങ്കിലും അവർക്ക് ഉത്സാഹം കൊടുക്കണം. റെഡിയാണോ? ഒരു നല്ല ഗൈഡ് ആവട്ടെ. कुछ लोग कहते हैं, हाँ प्लीज. ആലോചിച്ച് ദിവസവും നമ്മൾ 2 പേരുടെ പേര് പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്താൽ 2500 പേരുണ്ട് ഈ ഹാളിൽ. ഒരു ദിവസം പുതിയതായി 5000 പേരുടെ ലിസ്റ്റാണ് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് കൊണ്ട് ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആള്. ശരിയാണോ? നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഡെയിലിയാണ്. ഒരു മാസം എത്ര പേരാകും? 1.5 ലക്ഷം അല്ലേ? 3-5-15 ഈ ഹാളിലിരിക്കുന്ന ആളുകൾ. अभी दो लोगों का नाम लिखेंगे. इतने सारे लोग अगर करेगा तो 5000 लोगों का नाम लिखेगा और 30 दिन ये चलेगा तो 1.5 लाख लोगों का नाम लिखेगा. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എക്സ്പെർട്ടാണ്. കാരണം കാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന. നമ്മൾ വിചാരിച്ചാൽ 10,000 കണക്കിന് പുതിയ ജോയിനിങ് ഓരോ മാസവും നടക്കും. ശരിയാണോ? പുതിയ ജോയിനിങ് 10,000 കണക്കിന് നടക്കാൻ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. തയ്യാറാണോ? യെസ്. ആർസിബിൽ ഡയമണ്ട് ആകണോ? ആർ യു റെഡി? യെസ്. अगर आपको लगता है कि आपकी लिस्ट खत्म हो गई है, आपके पड़ोसी, रिश्तेदार, दोस्त सब ज्वाइन कर लिए हैं, तो आप ध्यान रखिए, आप एक ऐसे देश में रह रहे हैं जहां पे 140 करोड़ लोग रहते हैं. They can be in your list. അതായത് ഡെയിലി 2 പേരുടെ പേര് ആഡ് ചെയ്യുമ്പോൾ ഇനി ആളെ കിട്ടാതെ വരും എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല.
140 കോടി ജനങ്ങളുടെ ഇന്ത്യയിലാണ് നമ്മൾ. ആളുകൾക്ക് ഒരു പഞ്ഞവുമില്ല. അയൽക്കാരൻ ഉൾപ്പെടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആരെയും വിടണ്ട. റെഡിയാണോ? യെസ്. सेकंड काम, प्रोस्पेक्ट्स, कॉल्ड और अपॉइंटमेंट्स. आपने कम से कम 5 नए लोगों को, जो आपकी लिस्ट का हिस्सा हैं, उनको 5 लोगों को हर रोज कॉल करके अपॉइंटमेंट लेने का कोशिश करना है. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? അതിൽ നിന്ന് കുറഞ്ഞത് 5 പേരെങ്കിലും വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുക. 5 പേരെ വിളിച്ചു, അപ്പോയിന്റ്മെന്റ് കിട്ടുമോ കിട്ടാതിരിക്കുമോ, 5 പേരെങ്കിലും വിളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാകണം. അപ്പൊ 2 പുതിയ പേരുടെ പേര് നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്യണം. അവരെയോ നിലവിലുള്ള ലിസ്റ്റിൽ പെട്ടവരെയോ 5 പേരെങ്കിലും നമ്മൾ വിളിക്കണം. एंड थर्ड जो काम करना है, कम से कम 2 लोगों को हर रोज आरसीएम के बारे में बताना है, आरसीएम का प्लान दिखाना है. കുറഞ്ഞത് 2 പേർക്കെങ്കിലും നമ്മൾ ഡെയിലി പ്ലാൻ കൊടുക്കണം. कैन वी डू इट? ചെയ്യാൻ പറ്റുമോ? Yes. 2 പേരുടെയെങ്കിലും പുതിയ ആളുകളുടെ പേര് നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. 5 പേരെങ്കിലും വിളിച്ച് അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കണം. 2 പേർക്കെങ്കിലും ഡെയിലി നമ്മൾ പ്ലാൻ കൊടുക്കണം. അത്രയും ചെയ്യാൻ പറ്റുമോ? Yes. യെസ്. And it should be part of your habit. You can make a calendar of the month. For example, this is the August month. So on day 1, 1st August, how many new name you added? You can write down here. 2 name, 4 name or 5 name, or you are busy, कुछ भी add नहीं किया, you can write down 0 here. 2nd August, 3rd August, 4th August, same way you have to write down up to last. Prospects called and appointment. How many people you called? For example, you called 5 people, and out of 5, 2 people give appointments to 5/2. If you called 10, 4 लोगों ने दिया तो 10/4. तो 1 तारीख को, 2 तारीख को, same way you have to fill this. Plan, presentation, 1 तारीख को कितना, 2 को कितना, you have to be write down. ഓക്കെ. ഈ പറഞ്ഞ 3 ആക്ടിവിറ്റീസ് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ചെയ്യുകയും നമ്മുടെ ടീമിലുള്ള ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകളായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്ത് സങ്കല്പിക്കാം. അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയണം. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ, ആർസികളുടെ സക്സീഡ് ആവാൻ സീരിയസ് ആണെങ്കിൽ പറഞ്ഞു ബി പ്രൊഫഷണൽ. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് ആശയം ചെയ്യാൻ സഹായിക്കുന്ന വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. യെസിന്റെ ശക്തി കുറഞ്ഞല്ലോ. മനസ്സിലാവുന്നുണ്ടോ? Yes. യെസ്. डायरेक्ट सेलिंग इज नॉट अबाउट इनोवेशन. आपने कुछ नया खोज नहीं करना है, बट अबाउट रिपीटेशन एंड डुप्लीकेशन. दिस इज द क्रक्स. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കണ്ടുപിടുത്തമല്ല, മറിച്ച് എന്താണ്? തുടർച്ചയായി വീണ്ടും വീണ്ടും ചെയ്യുകയും അത് ചെയ്യുന്ന ആളുകളെ, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യുകയും എന്നുള്ളതാണ്. आपने नया नया खोज नहीं करना है. यू हैव टू रिपीट द थिंग्स, सेम थिंग्स डेली. വേറൊന്നും നിങ്ങൾ പുതിയത് കണ്ടുപിടിക്കേണ്ട. ഇതേ കാര്യം തന്നെ നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ചെയ്യിപ്പിച്ചാൽ മതി. ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞാൽ എന്താ? നമ്മൾ ശരിയായി ചെയ്യുന്നു, അതേ കാര്യം നമ്മുടെ ടീമിലുള്ളവർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ അവരും സെൽഫ് ഡ്രിവൺ ആകുന്നതുവരെ അവരെ ഫോളോ അപ്പ് ചെയ്യുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. अगर आपको प्रोफेशनल की तरह पैसा कमाना है तो आपको प्रोफेशनल की तरह काम भी करना पड़ेगा. इट इज वेरी सिंपल. അതായത് മുമ്പേ പറഞ്ഞു, പാട്ട് പാടുന്നവർക്കും ക്രിക്കറ്റ് കളിക്കുന്നവർക്കും ഒക്കെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ പ്രൊഫഷണലായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗിലും ആർസിഎമ്മിലും വലിയ രീതിയിൽ വരുമാനമൊക്കെ വേണം, സക്സസ് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രൊഫഷണലായിട്ട് നമ്മളിത് ചെയ്യാൻ തയ്യാറാവണം. अगर आपको विराट कोहली, यशोदास और मुकेश कोठारी बनना है तो उनकी तरह काम करना पड़ेगा. നിങ്ങൾക്ക് യേശുദാസിനെ പോലെയോ വിരാട് കോഹ്ലിയെ പോലെയോ അല്ലെങ്കിൽ ആർസിഎമ്മിലെ മുകേഷ് കൊട്ടാരിയെ പോലെയൊക്കെ ആകണമെങ്കിൽ അത്തരത്തിൽ പ്രൊഫഷണലിസം നമ്മൾ ശീലിക്കണം. सो दिस इज द लास्ट स्लाइड जिसका बहुत देर से इंतजार कर रहे हैं. थैंक यू वेरी मच. പെട്ടെന്ന്
തീർന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ പഠിക്കണമെന്നുണ്ട് എന്നില്ലേ? യെസ്, ഒരു നല്ല കൈയടി സാറിന് വേണ്ടി ആകാം. ഇന്ന് ഇവിടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയാൽ ഒരു സംശയം വേണ്ട, ഇവിടെ നിങ്ങൾ കണ്ട എമറാൾഡ് മുതൽ മുകളിലേക്കുള്ള ലെവലുള്ള ആളുകളുടെ പൊസിഷനിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ആൾക്ക് പോലും ചുരുങ്ങിയ സമയം കൊണ്ടെത്താൻ കഴിയും. അതിനുള്ള പൊട്ടൻഷ്യൽ ആശങ്ങളുണ്ട്. ഓരോ സെഗ്മെന്റിനെ കുറിച്ചും നമുക്ക് വാദവരാതെ പറയാനുണ്ട്. ഓരോ സക്സസ്ഫുൾ ലീഡേഴ്സിന്റെ അനുഭവങ്ങളും നമുക്ക് വാദവരാതെ പറയാനുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ ചൂസ് ചെയ്യണം, എന്തുകൊണ്ട് RCM നമ്മൾ സെലക്ട് ചെയ്യണം, RCM എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ സക്സസ് ആകാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാണോ? ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഈ ഹാളിൽ ഇതേപോലെ റെക്കഗ്നിഷൻ ആൻഡ് സെലിബ്രേഷൻ വിത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ടാവും. ഇത് സാറിന്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്. ഇന്ന് ഓപ്പണർ മുതലൊരാൾ സ്റ്റേജിൽ വന്നു. നമുക്ക് ഇനിയൊരു പേളച്ചൂടെ വരാനുണ്ട്. അങ്ങനെ പുതിയ പുതിയ ലെവലുകൾ ഇവിടെ വരുമ്പോൾ അങ്ങനെ എനിക്കും സ്റ്റേജിൽ കയറിയ ഒരു സമ്മാനം വാങ്ങിക്കണം, എനിക്കൊരു ട്രോഫി വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഈ സ്റ്റേജിൽ കയറിയ ഒരു ട്രോഫി എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവര് ഉണ്ടോ? യെസ്. അതിനെന്ത് ചെയ്യണം? അവസാനം പറഞ്ഞ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ എപ്പോൾ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും 10 പേരെ ടീമിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ഇവിടെ വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ട്രോഫി കിട്ടുമ്പോൾ നിങ്ങളുടെ ടീമിലുള്ളവർ കാണുന്നതും നിങ്ങളെ കുറിച്ച് അവർക്ക് നല്ല മതിപ്പുണ്ടാകുന്നതും നിങ്ങളുടെ കൂടെ RCM ബിസിനസ്സിൽ വന്നുകൊണ്ടുണ്ടായ നേട്ടം അവർക്ക് ബോധ്യപ്പെടുന്നതും. അങ്ങനെ ഒരു സക്സസ്ഫുൾ ലീഡർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം. തയ്യാറാണോ? യെസ്. ആർ യു റെഡി? ഒരു നല്ല കാര്യത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് സാർ താങ്ക്സ് പറയാം. താങ്ക് യു സർ. हम सब